Hi students, welcome to the new chapter Sequences and Series. പുതിയ ചാപ്റ്റർ സീക്വൻസും സീരീസും. നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് ഒരു പ്രത്യേക നമ്പർ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. 10 ഒരു 4 വീതം കൂട്ടും, 14, 18, 22 അല്ലെ, അല്ലെങ്കിൽ 71 ഓരോന്ന് കുറഞ്ഞാൽ മതി. ഒന്ന് പറയുമ്പോൾ 70 ആവും, പിന്നെ 69, 68 അല്ലെ. ഒരു പ്രത്യേക നമ്പർ ഇങ്ങനെ കൂടി പോവുക അല്ലെങ്കിൽ പ്രത്യേക നമ്പർ ഇങ്ങനെ കുറഞ്ഞു വരിക, അങ്ങനെ പോകുന്ന സംഖ്യകളെ കോമട്ട് ചെയ്ത ഇതിനെയാണ് എന്താ പറയാ അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ 4 വീതമാണ് കൂടിപ്പോകുന്നത്, അതുകൊണ്ട് ആ 4നെ നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയും അല്ലെ. ഇവിടെ 1 വീതമാണ് കുറയുന്നത്, അതുകൊണ്ട് 1നെ അല്ല -1നെ കോമൺ ഡിഫറൻസ് ആയിട്ട് ഇവിടെ പറയും. എത്രയാണോ കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് ആ നമ്പറിനെയാണ് എന്താ പറയാ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം. ഒരു പ്രത്യേക നമ്പറാണ് കൂടിക്കൊണ്ട് പോവാ അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ കുറഞ്ഞു വരും അല്ലെ, ആ നമ്പർ കോമൺ ഡിഫറൻസ്. ഇവിടെ കൂടുന്ന നമ്പർ തന്നെയാണ് ഇവിടെ കൂടുക. ഇവിടെ കൂടിയ നമ്പറും ഇവിടെ കൂടിയ നമ്പറും തമ്മിൽ മാറ്റമുണ്ടെങ്കിൽ അത് അരിതമെറ്റിക് സീക്വൻസ് ആവൂല, സമാന്തര ശ്രേണി ആവൂല. ഒരു നമ്പർ തന്നെയല്ലേ കൂടേണ്ടത്, അതിനെയാണ് കോമൺ ഡിഫറൻസ്. ഇപ്പോ 10 1 കൂട്ടുക 11, ഇനി ഇതിലേക്ക് 2 കൂട്ടുക അവ 13 ആവും, ഇതിലേക്ക് 3 കൂട്ടുക 16. ആദ്യം 1 കൂടിയത്, പിന്നെ 2 കൂടിയത്, പിന്നെ കൂടിയത് 3. അപ്പൊ അടുത്ത 4 കൂട്ടി 20 ആവും, പിന്നെ 5 കൂട്ടി 25, അങ്ങനെ പോകും. ഇത് സീക്വൻസ് ആണ്, പക്ഷെ അരിതമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല, അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല അല്ലെ. ഒരു പ്രത്യേക നമ്പർ അല്ല കൂടും. അപ്പൊ പ്രത്യേക നമ്പർ കൂടുമ്പോൾ മാത്രമേ അരിതമെറ്റിക് ആവുള്ളൂ, ആ പ്രത്യേക നമ്പറിനെ കോമൺ ഡിഫറൻസ് പറയുള്ളൂ. അരിതമെറ്റിക് സീക്വൻസിന് അരിതമെറ്റിക് പ്രോഗ്രഷന് സമാന്തര ശ്രേണികൾക്ക് മാത്രമേ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസമുള്ളൂ, പൊതുവായിട്ടൊരു വ്യത്യാസം. ഇതിപ്പോ അരിതമെറ്റിക് അല്ല, അതിന് പൊതുവായിട്ട് വ്യത്യാസമില്ല, പല പല വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇതിന് കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഇല്ല. അപ്പൊ കോമൺ ഡിഫറൻസ് ആർക്കെ ഉണ്ടാവുള്ളൂ? അരിതമെറ്റിക്കുകൾക്ക് മാത്രം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്. എങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടിന്? സെക്കൻഡ് ഇത് ഫസ്റ്റ് പറഞ്ഞു അല്ലെ, 14 - 10, അല്ലെങ്കിൽ തേർഡ് സെക്കൻഡ്, അല്ലെങ്കിൽ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചാ -1, ഇത് തമ്മിൽ കുറച്ചാ -1, ഇങ്ങോട്ട് കുറച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് അല്ലെ. അടുത്തുള്ള 2 പദങ്ങൾ തമ്മിൽ കുറച്ചാൽ ഏത് 2 പദം ആയിക്കോട്ടെ, അടുത്തുള്ളതാണ് എങ്കിൽ അത് കുറച്ചാൽ വരെ നമ്പറിനെ കിട്ടും. അങ്ങനത്തെ ആളുകളെയാണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോ സാധാരണ നമ്മള് x1, x2, x3 അല്ലെങ്കിൽ a1, a2, a3, ഇത് a1, a2, a3, a4, an, etc. ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ടേംസുള്ള a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, a2 സെക്കൻഡ്, a3 തേർഡ്, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാം a2 - a1, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, x2 - x1 എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തേർഡ് ടേം സെക്കൻഡ് കുറച്ചാൽ മതി, അതും ഇതും ഒക്കെ സെയിം ആണ്. അല്ലെങ്കിൽ പിന്നെ ഫോർത്ത് ടേം തേർഡ് ടേം കുറക്കാം, ഓക്കെ. അല്ലെങ്കിൽ ഫിഫ്ത് ടേം ഫോർത്ത് ടേം കുറക്കാം. അങ്ങനെ കിട്ടുന്നതൊക്കെ സെയിം ആയിരിക്കും, അതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക നമ്പർ കൂടി അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ കുറഞ്ഞാണ് അല്ലെ, അതാണ് അരിതമെറ്റിക്. ഇനി ഒരു പ്രത്യേക നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നോക്കാം, 5 ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു നോക്കാം, 10 കിട്ടും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ, ഇതിന്റെ ഡബിൾ 20, ഇതിന്റെ ഡബിൾ 40, അതിന്റെ ഡബിൾ 8. അങ്ങനെ ഒരു പ്രത്യേക നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് പോകും. ഇവർ തമ്മില് കുറച്ച് എത്ര കിട്ടുക? 5 കിട്ടും. ഇവർ തമ്മിൽ കുറച്ച 10 കിട്ടുക, ഇവർ തമ്മിൽ കുറച്ചാൽ 20 കിട്ടും. ഒരേ നമ്പർ അല്ല ഇവിടെ കൂടി പോണത്, അതുകൊണ്ട് അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല, അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അല്ല. ഒരു നമ്പർ കൂടണം അല്ലെ, കൂടുക കുറയുക, അതാണ് അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 കൊണ്ട് ഗുണിച്ചു, അതിന് 2 കൊണ്ട് ഗുണിച്ചു, ഒരു പ്രത്യേക നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഇങ്ങനെ പോവുക, അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോണത്. ഓക്കെ, 2 ഇതിന്റെ ഡബിൾ 4 8, 16, 32 ഡബിൾ എടുത്തു 64, 64,
പിന്നെ കഴിഞ്ഞാൽ 128, 256, 512, 1024, 2048, 4096 അങ്ങനെ ഡബിൾ എടുത്ത് ഇങ്ങനെ ഇവിടെ നോക്കാം. ഇതിലേക്ക് 2 കൂട്ടി അത് കിട്ടും. പക്ഷെ ഇതിലേക്ക് ആ 2 കൂട്ടി ഇവിടെ എത്തൂല. ഇവിടുത്തെ 2 അല്ല കൂടും. അതുകൊണ്ട് ഒരു നമ്പർ കൂടിയല്ല പോണത്. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ അല്ല, സമാന്തര ശ്രേണി അല്ല, അരിതമെറ്റിക് സീക്വൻസ് അല്ല. ഒരു പ്രത്യേക നമ്പർ കൂടുകയല്ല ചെയ്യും, കുറയല്ല ചെയ്യും. പിന്നെ ഒരു പ്രത്യേക നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ അല്ലെ, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, അങ്ങനെ 2 കൊണ്ട് ഇങ്ങനെ ഗുണിച്ചു പോകും. ഇങ്ങനെ പോകുന്ന സീക്വൻസുകൾ ഇതിനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ. മറ്റേ അരിതമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി. ഇത് സമഗുണിതമാണ്. ഒരു പ്രത്യേക നമ്പർ കൊണ്ട് ഇങ്ങനെ ഗുണിച്ചു. ഇപ്പൊ 1 ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 1 into 3 3. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 3 9. ഇതിനെ 3 കൊണ്ട് 27. ഇതിനാണ് 81. ഇങ്ങനെ പ്രത്യേക നമ്പർ കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് വരാം. 100 ഇതിന്റെ പകുതി 100/2 അല്ലെങ്കിൽ 50. ഞാൻ ഇതിന്റെ പകുതി 25. ഞാൻ ഇതിന്റെ പകുതി 25ന്റെ പകുതി 25/2 ചെയ്താ അല്ലെങ്കിലോ 12.5 25/2. ഞാൻ ഇതിന്റെ പകുതി 25/2ന്റെ 2 25/4. ഒരു പ്രത്യേക നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു പോവാ അല്ലെങ്കിൽ ഹരിച്ചു പോവാ. അതിനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു നമ്പർ കൂടുക അല്ലെങ്കിൽ കുറയാണെങ്കിൽ അത് അരിതമെറ്റിക് പ്രോഗ്രഷൻ. ഒരു പ്രത്യേക നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിങ്ങനെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിങ്ങനെ, മൾട്ടിപ്ലൈ ആവാൻ ഡിവൈഡ് തന്നെ ഉണ്ടാവും. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ, രണ്ടും ഒന്നിന്റെ ഒന്ന് മറ്റൊരു ഭാഗമാണ്. ഇതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇതിന് ഒരു പ്രത്യേക നമ്പർ ഉണ്ടാവും അല്ലെ, ഇത് നമ്പർ കൊണ്ടല്ലേ ഗുണിച്ചു പോണത്. ഇപ്പൊ GP ആണോ, 2 കൊണ്ട് ആ 2 കൊണ്ട് ആ 2 കൊണ്ട് ആ 2 കൊണ്ട്. അപ്പൊ 2 കാരണം നമ്പർ ഉണ്ട്. ഒരു നമ്പർ തന്നെ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറയാണെങ്കിൽ അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് പറയും, പൊതു വ്യത്യാസം അല്ലെ. ഇതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം അല്ലെങ്കിൽ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടോ, by2 ആ ഒരു പ്രത്യേക നമ്പറിനെ ശരിക്കും 1/2 കൊണ്ട് മതി. ഇതേ ഇൻറ്റു 1/2 ഉണ്ട്, ഇതേ ഇൻറ്റു അര, ഇതേ ഇൻറ്റു അര, അരകളോണ്ട് ഗുണിക്കാണ്. ശരിക്കും ഇവിടെ അരകളുടെ ഗുണിതാണ് നടക്കുന്നത്. ആ ഒരു പ്രത്യേക നമ്പർ ഉണ്ടാവും ഗുണിച്ചു പോകുന്ന കടാ അല്ലെങ്കിൽ ഹരിച്ചു പോകുന്ന ഗുണിക്കലുണ്ട്. ആ പ്രത്യേക നമ്പറിനെ അവിടെ നമ്മൾ പ്രത്യേക നമ്പർ കോമൺ ഡിഫറൻസ് എന്ന് പറയാം, ഡിനോട്ടഡ് ബൈ ഡി. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയാം, റേഷ്യോ ഡിനോട്ടഡ് ബൈ ആർ. ഇതിലേക്ക് 2 കൂട്ടത് കിട്ടും, ആ 2 കൂട്ടത് കിട്ടുന്നില്ല. അത് AP അല്ല, പക്ഷെ ഇത് ഒരേ നമ്പർ ഗുണിച്ചു GP. ആ നമ്പറിനെയാണ് നമ്മൾ എന്താ പറയുക, കോമൺ റേഷ്യോ. കോമൺ ഡിഫറൻസ് എങ്ങനെ, സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് കുറക്കുക അല്ലെങ്കിൽ തേർഡ് സെക്കൻഡ് കുറക്കുക അല്ലെ. ഇവിടെ കോമൺ റേഷ്യോ എങ്ങനെ കാണണം, ഇതിപ്പോ A1 ആണ്, അടുത്ത A2 A3 അങ്ങനെ പോയി കുറെ കഴിഞ്ഞ AN പിന്നെ അങ്ങനെ പോകണം. ഇവർ തമ്മിൽ കുറച്ചിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് പറഞ്ഞു, A2 - A1 അല്ലെങ്കിൽ A3 A2 കുറച്ച് പറഞ്ഞു. ഇവിടെ ഡിവിഷൻ ആണ്. ഇതിനെതുകൊണ്ട് അടിച്ചു നോക്കണം 4/2 എത്ര 2 വരും. ഇനി ഇതിനെതുകൊണ്ട് അടിച്ചു നോക്കണം 8/4 2 വരും. അതിനെ ഇതുകൊണ്ട് അടിച്ചു നോക്കണം 16/8 2 ആണ് വരും. അപ്പൊ ഈ ടേമിനെ ഇതുകൊണ്ട് ഡിവൈഡ്, സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് കൊണ്ട്. സോ R എങ്ങനെ കാണിച്ചു, R ഈക്വൽ ടു A2-നെ A1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ A3-നെ A2 കൊണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ A4-നെ A3 കൊണ്ട് ചെയ്താൽ മതി. ഇതൊക്കെ സെയിം ആയിരിക്കും വരിക. അത് ഏത് നമ്പറിന് ഈക്വൽ ആവുന്നോ, R-ന് ഈക്വൽ. കോമൺ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അരിതമെറ്റിക് പ്രോഗ്രഷനിൽ. A2-ന് A1 കുറക്കാം, അല്ലെങ്കിൽ A3-ന് A2, A5-ന് A4, A4-ന് A3 അല്ലേ. എന്നാൽ കോമൺ റേഷ്യോ അങ്ങനെയല്ല, A2-ൽ നിന്ന് കുറക്കല്ലേ, A2-നെ ബൈ A1 ഉണ്ട്, A2/A1 ചെയ്യാം, അല്ലെങ്കിൽ A3 അതിന് മുമ്പത്തെ A2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ A7 ആണെങ്കിലോ A6 കൊണ്ട് ചെയ്യണം. ഇതൊക്കെ സെയിം ആയിരിക്കും. A43 ആണെങ്കിലോ അപ്പൊ A42 ചെയ്യണം. ഇതൊക്കെയാണ് കോമൺ റേഷ്യോ കാണാൻ. ഇവിടെ ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ 7 അതിക്ക് 3 കൂട്ടി 10 13 16 19 3 വീതം കൂട്ടും അല്ലെ. ഇതിനെ A1 എന്നാ പറയാം, ഇവിടെ A2, ഇത് A3, ഇത് A4, A5 ഓക്കെ അങ്ങനെ പോകണം. ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് കാണാം എപ്പിക്ക് അല്ലെ. സെക്കൻഡിന്ന് ഫസ്റ്റ് കുറച്ചാൽ മതി, അല്ലെങ്കിൽ തേർഡിന്ന് സെക്കൻഡ് കുറച്ചാലും കിട്ടും. 10 - 7 3, അല്ലെങ്കിൽ 13 - 10 3 കിട്ടും. അത് കോമൺ ഡിഫറൻസ്. അപ്പൊ 3 ആണ് ഇവിടെ കൂടിക്കൊണ്ടു. ഇത് A1 ആണ്, A2 A3. അപ്പൊ ഫസ്റ്റ് ടേം എത്ര, അരിതമെറ്റിക് പ്രോഗ്രഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയും തുടങ്ങാം. പിന്നെ നമ്മൾ എത്രയാണോ കൂട്ടുന്നത് ആ നമ്പർ തന്നെയാണ് പിന്നെ കൂട്ടാൻ പറ്റുള്ളൂ.
7ൽ തന്നെ തുടങ്ങുന്നില്ല, നമുക്ക് 20ൽ തുടങ്ങാം. എവിടെയും സീക്വൻസ് തുടങ്ങാം, അരിത്മെറ്റിക് സീക്വൻസ്. പിന്നെ നമ്മൾ എത്ര കൂട്ടുന്നോ ആ നമ്പർ തന്നെയാണ് പിന്നെ കൂടുന്നത്. അതാണ് കണ്ടീഷൻ. The difference between any two consecutive terms gives a constant. അല്ലെ, ഏത് രണ്ടെണ്ണം അടുത്തുള്ള കുറച്ചാലും ഒരു പ്രത്യേക നമ്പർ കിട്ടും. അതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇത് A1 A2 A3. ഇത് ശരിക്കും A1 തന്നെയാണ്. ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞാൽ A എന്ന് പറയാം. ഇതിലേക്ക് ഒരു D കൂട്ടിയത് കിട്ടും. എയിലേക്ക് ഒരു D കൂട്ടിയത് അടുത്ത് കിട്ടും. രണ്ടാമത്തെ ടേം ഇതിക്ക് കോമൺ ഡിഫറൻസ് കൂട്ടാം, 3 കൂട്ടാം. ഇതിക്ക് 3 കൂട്ടിയത് കിട്ടും. ഇത് A2 ആണ് അല്ലെ, ഡിക്ക് 3 കൂട്ടിയാൽ A2ക്ക് 3 കൂട്ടിയാൽ A2ക്ക് D കൂട്ടിയാൽ A3 ആവും. A3ക്ക് D കൂട്ടിയാൽ A4, A4ക്ക് D കൂട്ടിയാൽ അങ്ങനെ A5 ആവും. ഇതിലേക്ക് ഒരു D കൂട്ടി ഇവിടെ A എന്നത് ഫസ്റ്റ് ടേം, A എന്ന് പറഞ്ഞാൽ A1 ഉണ്ടോ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമുക്ക് 2 D കൂട്ടിയാലോ, ഒരു D ഇവിടെ പിന്നെ ഒരു D ഇവിടെ. അപ്പൊ ഫസ്റ്റ് ടേമുക്ക് ഒരു D കൂട്ടിയാൽ കിട്ടും. ഇതാണ് സെക്കൻഡ് ടേം. ഇത് A ആണ്, ഇത് A+D ആണ്. ഇതോ A+Dക്ക് പിന്നെ ഒരു D കൂട്ടി, അപ്പൊ A+2D ആണ്. അടുത്ത A+3D, A+4D. ആദ്യത്തെ ടേം A അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കാര്യമാണ്, സമാന്തര ശ്രേണിയിലാണ്. ആദ്യത്തെ നമ്പർ പിന്നെ ഐക്ക് D കൂട്ടും, പിന്നെ ഐക്ക് ഒരു പ്രാവശ്യം കൂടി D കൂട്ടുമ്പോ A+D, പിന്നെ A+D+D വരും, പിന്നെ ഐക്ക് ഒരു D കൂട്ടും. അപ്പോ ഇത് A+D, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത്. ഒരു D ആണെങ്കിൽ സെക്കൻഡ് ടേം, A+2D ആണെങ്കിൽ ഫോർത്ത് ടേം ആണെങ്കിലോ ഒരു ഒന്നുകൂടെ കുറയണം, 5 ആണെങ്കിൽ 4D, അപ്പൊ 6 ആണെങ്കിലോ 5D, 10 ആണെങ്കിൽ ഇതൊരു 9D വരും. അപ്പൊ ഇതിലെ 10th ടേം എന്ന് എഴുതാം A+, 10th ടേം അല്ലേ, അപ്പൊ 9D. ഇതാണ് A10 10th ടേം. 17th ടേം എന്താ A+16D. എന്ന് പറഞ്ഞാൽ A1 ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ nth ടേം A1 പ്ലസ് ഒന്ന് കുറക്കാം n-1 x ന്റെ പഠിച്ചില്ല, x ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു D. അതിനാണ് ഇത് nth ടേം. ഇത് ഏതിന്റെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം ആണ്. ഓക്കെ, ഇനി നമ്മള് ജോമെട്രിക് പ്രോഗ്രഷനും അതിന്റെ കോമൺ റേഷ്യോ അതിന്റെ nth ടേം ഒക്കെയാണ് പറയാൻ പോകുന്നത്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ 1 3 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ, ഇത് ഇൻറ്റു 3 ആണ് അവിടെ, 3 × 3 9, 9 × 3 27, this 1 × 3 8, അങ്ങനെ. ഇതാണ് A1 അല്ലെങ്കിൽ A2 A3 A4 A5 അല്ലെ. A1 എന്ന് പറഞ്ഞാൽ A തന്നെയാണ് 1, A2 ഇത് A3 ആണ് അല്ലെ, A4 ഇത് A5. ഒരു 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം അല്ലെ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് 3/1. A2വിനെ A1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1/1 എത്ര വരാ 3 കൂട്ടും. ഇനി ഇത് A3 ആണ്, A3യെ A2 കൊണ്ട് ചെയ്ത് നോക്കുകയാണ് A3/A2, അപ്പൊ 9/3 വരാം, 9/3. അതും എത്രയാണ് 3 ആണ്. ഇനി ഇവിടെ A4നെ A3 കൊണ്ട് ചെയ്യാം, അപ്പൊ 27/9, അതും കൊടുക്കും. അപ്പൊ 10th ടേമിനെ 9th ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ കിട്ടും കോമൺ റേഷ്യോ. 7th ടേമിനെ 6th ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോഴും കിട്ടും കോമൺ റേഷ്യോ. അതായത് nth ടേമിന് എന്ത് ചെയ്യണം, അതിന് തൊട്ട് മുമ്പുള്ള ടേം അതാ nth അപ്പുറത്ത് n-1. nth ടേമിനെ n-1 ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കിട്ടും കോമൺ റേഷ്യോ കിട്ടും. ഇങ്ങനെയാണ് കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. ജോമെട്രി ഇവിടെ നോക്കാം, ഇതാണ് ശരിക്കും A1 എന്ന് പറഞ്ഞാൽ A, A2 A3 9, A4 20 അല്ലെ. ഇവിടുത്തെ കോമൺ റേഷ്യോ എത്ര, R ഈക്വൽ ടു 3 ആണ്. 3 കൊണ്ട് പറ്റും. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. ഇത് A ആണ്, ഫസ്റ്റത്തെ ടേമിന് A എന്ന് പറയാം. ഇത് A-നെ എന്ത് ചെയ്താൽ മതി, ഇതിനെ 3 കൊണ്ട് കുടിക്കാം, ഇതിനെ 3 കൊണ്ട് കുടിച്ചത് അതിനെ 3 കൊണ്ട് കുടിച്ചത് കിട്ടും അല്ലെ. ഇത് A ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ഇതോടെ 3 കൊണ്ട് കുടിക്കാം, 6 കൊണ്ട് കുടിക്കാം. ഫസ്റ്റ് ടേം ഇതാ, ഫസ്റ്റ് ടേമിനെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇതേ ഇൻറ്റു കോമൺ റേഷ്യോ കൊടുക്കും, ഇതേ ഇൻറ്റു കോമൺ റേഷ്യോ കൊടുക്കും അല്ലെ. അല്ലെങ്കിൽ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ 3 കൊണ്ട്, ഇതിനെ 3 × 3 കൊണ്ട് കൊടുക്കുക, പിന്നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്താം. This 1 × 3 × 3, അപ്പൊ this one-നെ 3 × 3 × 3 6 × ഒരു പ്രാവശ്യം, പിന്നെ ഒരു 6 കൊടുക്കും, പിന്നെ ഒരു 6 കൊടുക്കും. അപ്പൊ ഫസ്റ്റത്തെ ആള് A ആണ്, പിന്നത്തെ ആള് A-നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും, പിന്നത്തെ ആള് A-നെ 6 കൊണ്ട് ഗുണിച്ച് പിന്നെ 6 ഗുണിച്ചാൽ, അപ്പൊ AR². നാലാമത്തെ അദ്ദേഹം ഇട്ടാ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെയും 3 കൊണ്ട് പിന്നെയും 3 പ്രാവശ്യം 3 കൊടുക്കണം,
എനെ 6 കൊണ്ട് ഗുണിച്ചു ഇവിടെ എത്തി, പിന്നെയും 6 കൊണ്ട് പിന്നെയും 6 കൊണ്ട്. സോ 6 into 6 into r cube കൊണ്ട് ഗുണിക്കാം. ഇത് a r raised to 1 ആണ്, ഇത് a r raised to 2, ഇത് a r raised to 3, a r raised to 4. അങ്ങനെ പോയി ഇവിടെ r raised to 1. അതിന്റെ r ന്റെ പവർ 1 ആണെങ്കിൽ ഫസ്റ്റ് ടേം അല്ല, ഇത് ഫസ്റ്റ് ടേം ആണ്. ഇത് 2 ആണ് പവർ അല്ലേ, ഇത് സെക്കൻഡ് ടേം അല്ല, തേർഡ് ടേം. പവർ 2 ആണെങ്കിൽ തേർഡ് ടേം, 3 ആണെങ്കിൽ ഫോർത്ത് ടേം, 4 ആണെങ്കിലോ ഫിഫ്ത് ടേം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് 1 അല്ല, ഒന്നാമത്തിന് എത്ര വരാ? ഒന്നാമത്തിന് ഇവിടെ ശരിക്കും r raised to 0 ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടേം ആണെങ്കിൽ a ന്റെ കൂടെ r raised to 0 ഉണ്ടാവും, സെക്കൻഡ് ആണ് a ന്റെ കൂടെ r raised to 1 ഉണ്ടാവും, തേർഡ് ആണ് a into r raised to 2 ഉണ്ടാവും. തേർഡ് ടേം ആണെങ്കിൽ 1 കൂടെ പറയും, ഫോർത്ത് ആണെങ്കിൽ 4 എന്ന് പറയും. അപ്പോ 13th ടേം എങ്ങനെയാണ്? ഇതിന്റെ 13ാമത്തെ ടേം a into r raised to 13 അല്ലേ, 1 കുറച്ചാൽ മതി, 13. 20th ടേം എങ്ങനെയാണ്? ഒരു അരിത്മെറ്റിക് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ 20th ടേം a20 equal to a into r raised to 20 എന്ന് നോക്കാനായിട്ട് AP നമ്മൾ പഠിച്ചില്ലേ, a plus n minus 1 into d. ഇതാണ് an ആരുടെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ അല്ലെ. a7 എങ്ങനെ കണ്ടിരുന്നേ? a plus 6d. a20 എങ്ങനെ കണ്ടിരുന്നേ? a plus 19d അല്ലെ. അത് AP യിലാണ്, നമ്മള് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. GP ആണെങ്കിൽ a20 equal to a into അതെന്തായാലും ഉണ്ടാവും r raised to, ഇവിടെ 20 ആണെങ്കിൽ 1 കുറക്കും, 13 ആണെങ്കിൽ 1 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ n ആണെങ്കിലോ 1 കുറച്ചാൽ മതി. സോ nth ടേം an equal to a into r raised to, n ആണെങ്കിൽ 1 കുറക്കാം, n minus 1. ഇതാണ് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ GP യുടെ nth ടേം ഇക്വേഷൻ, a into r raised to n minus. നോക്കാം അരിത്മെറ്റിക് പ്രോഗ്രഷൻ എങ്ങനെ പോവാം? ഫസ്റ്റ് താളിയെ, പിന്നെ അതിലേക്ക് ഒരു ഡി കൂട്ടും, പിന്നെ അതിലേക്ക് ഒരു ഡി കൂടെ കൂട്ടും, പിന്നെ അതിലേക്ക് പിന്നെ ഡി കൂട്ടും. അങ്ങനെ പോയി ഒരു ഡി ആണെങ്കിൽ സെക്കൻഡ് ടേം, തേർഡ് ടേം ആണ് എന്ന് പറയും 2d അല്ലെ, ഫോർത്ത് ആണ് തേർഡ് അല്ലെ 3d. അപ്പൊ എന്താണെങ്കിലോ a പ്ലസ് അല്ലെങ്കിൽ a1 പ്ലസ് അല്ലെ, 1 കുറയ്ക്കാം, എന്ത് ടേം n minus 1 into d. ഇതിങ്ങനെ പോകും, ഇതാണ് ഇതിന്റെ nth ടേം. ഇത് AP യുടെ. GP ആണെങ്കിൽ ഇങ്ങനെ, അതിന് കോമൺ ഡിഫറൻസ് d ആണല്ലോ. GP ആണെങ്കിൽ ആദ്യത്തെ ആള് a, പിന്നെ a ഇൻറ്റു ഒരു നമ്പർ കൊണ്ട് കുടിക്കണം, ആ നമ്പറാണ് കോമൺ റേഷ്യോ. പിന്നെ a ഇൻറ്റു r കൊണ്ട് കുടിച്ച AR ഇല്ലേ, ഈ AR ന്റെ ഒരു r കൊണ്ട് കുടിച്ച ഒരു r കൊണ്ട്, അപ്പൊ AR ക്യൂബ്. അങ്ങനെ പോയി മൂന്നാമത്തെ ആളത് പവർ 2 ആണ്, നാലാമത്തെ ആളെ പവർ 3 ആണ്, 10ാമത്തെ ആളാണെങ്കിൽ പവർ 9 ആണ്. അപ്പൊ n-ാമത്തെ ആളാണെങ്കിൽ എയും ആറും ഉണ്ടാവും, n ആണെങ്കിൽ 1 കുറയും, n minus 6. ഇങ്ങനെയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നെക്സ്റ്റ് വൺ സം ആണ്, തുക. അരിത്മെറ്റിക് സീക്വൻസിന്റെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ സം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Sn equal to n/2 x1 plus xn അല്ലെങ്കിൽ a1 plus an, അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ Sn equal to n/2 2x1 plus അല്ലെങ്കിൽ 2f അല്ലെങ്കിൽ 2a1 plus അല്ലെങ്കിൽ 2a plus n minus 1 into d അല്ലെങ്കിൽ d/2 n square plus അങ്ങനെ ഇക്വേഷൻ, ഒരുപാട് ഇക്വേഷൻസ്. ഇതൊക്കെ AP യുടെ കാര്യം. എന്നാൽ GP യുടെ സം ആണ് നമ്മൾ പറഞ്ഞത്. GP യുടെ സം Sn equal to a into r raised to n minus 1 by r minus 1. ഇതൊരു ഇക്വേഷൻ. ഈ പവർ r ന് മാത്രം, ഈ മൈനസ് 1 മുകളിലല്ല, എന്നിന്റെ അപ്പുറല്ല, ഇവിടെ. അടുത്ത വേറെ ഇക്വേഷൻ ഉണ്ട്, Sn equal to a into അങ്ങോട്ട് മാറ്റാം, r raised to n minus 1 അല്ലേ, 1 minus r raised to. അങ്ങനെ ഇവിടെ r minus 1 മാറി, ഇവിടെ 1 minus 1. ഇത് 6 എന്നാണ് പറഞ്ഞത്, 6 1 നോക്കാം, 6 അത്രയും വലുതാവും, 6 ആയിരിക്കും വലുത്. ഇവിടെ 1 എന്നാണ് 6 നോക്കാം, അപ്പൊ 1 ആണ് വലുത്, 6 ചെറുതാണ്. അപ്പോ 6 കോമൺ റേഷ്യോ r-നേക്കാൾ വലുതാണ് എങ്കിൽ, r 1-നേക്കാൾ വലുതാണ് എങ്കിൽ ഇത് അപ്ലൈ സം. കോമൺ റേഷ്യോ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഇത് അപ്ലൈ. സോ a into r raised to n minus 1 by r minus 1. ഇവിടെ 6 ആണ് നിൽക്കണമെങ്കിൽ ഇവിടെ 6. 1 minus r raised to n ആണെങ്കിൽ 1 minus. ഇതാണ് GP യുടെ സം കാണാൻ. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ nth ടേം ആൻഡ് 7th ടേം
of the geometric progression 3, 6, 12, 24 etc. ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്, GP ആണ്. അതിന്റെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ അല്ലെ, അങ്ങനെ അങ്ങനെ പോയിട്ട് nth ടേം കാണും, 7th ടേം കാണും. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം ആണ്, A ആണ് അല്ലെ. സോ ഹിയർ A ഈക്വൽ ടു അല്ലെങ്കിൽ A1 ഈക്വൽ ടു 3 ആണ്. എത്ര കൊണ്ട് ഗുണിച്ചാൽ അത് കിട്ടാം? ഇതിന്റെ ഡബിൾ ആണ്, 2 കൊണ്ട്. അപ്പൊ 2 ആണ് എന്ത്? കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ 6. അല്ലെങ്കിൽ 6 ഈക്വൽ ടു എങ്ങനെ നമ്മൾ കാണാം? സെക്കൻഡ് ഫസ്റ്റ് വെച്ചാ പോരെ, ഡിവൈഡ് ഫസ്റ്റ് സെക്കൻഡ് ബൈ ഫസ്റ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 3 കൊണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 12നെ 6 കൊണ്ട്, അപ്പോഴും കിട്ടും 2. അപ്പൊ 6 കിട്ടി. കോമൺ റേഷ്യോ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോണേ? 2 കൊണ്ട് അല്ലെ. ഇനി നമ്മൾ nth ടേം കാണാം. എങ്ങനെ കാണാം nth ടേം ആണ്? A ഈക്വൽ ടു എന്താ ഇക്വേഷന്? A ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 അല്ലെ. വാല്യൂ കൊടുക്കും. എയും ആറും നമുക്കറിയാം. എക്ക് എന്താ 3 കൊടുക്കും. 3 ഇൻറ്റു r റൈസ് ടു എന്ന് പറഞ്ഞാൽ r 2 അല്ലേ, 2 റൈസ് ടു n മൈനസ്. ഇതാണ് nth ടേം. ഇത് ഗുണിച്ച് 6 എഴുതാൻ പറ്റില്ല കേട്ടോ. ഇത് 3, ഇത് 2ന് മാത്രമുള്ള പവറാണ്. ഇതാണ് nth ടേം. ഇനി 7th ടേം ആണോ? n-നെ 7 കൊടുത്താൽ ഇത് 7 കൊടുക്കുമ്പോൾ അതൊന്ന് കുറഞ്ഞ് 6 ആവും. 7th ടേം A7 ഈക്വൽ 3 ഇൻറ്റു അതുപോലെ 2 റൈസ് ടു 7 മൈനസ് 1 അല്ലേ. അത് 3 ഇൻറ്റു 2 റൈസ് ടു 6 അല്ലേ. 3 ഇൻറ്റു 2 റൈസ് ടു 6 ഒന്നിങ്ങനെ വെച്ചാൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് വാല്യൂ ഇതേമാതിരി ഉണ്ടെങ്കിൽ 2 റൈസ് ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 64 കിട്ടും കേട്ടോ. ഓക്കെ, 2 ഇൻറ്റു 2 ഇൻറ്റു 2 അത് 8, പിന്നെ 2 ഇൻറ്റു 2 ഇൻറ്റു വേറെ, അപ്പൊ 8 ഇൻറ്റു 8 64. 64 ഇൻറ്റു 3 192. അതായത് ഇപ്പൊ 4, 5, 6, 7 ഏഴാമത്തെ ആള് നൽകും. ഇനി 15ാമത്തെ ആളൊക്കെയാണെങ്കിലോ ഇവിടെ 15 കൊടുത്താൽ മതി. സോ 3 ഇൻറ്റു 2 റേസ് ടു ഒന്ന് പറയുമ്പോ 14 വരും. അപ്പൊ അതിന്റെ വാല്യൂ ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കണ്ടിച്ചാൽ മതി. അപ്പൊ 20th ടേം ആണ് കാണണമെങ്കിൽ 3 ഇൻറ്റു 2 റേസ് ടു 20 നോക്കുമ്പോ 19 അല്ലേ. 2 റേസ് ടു 19ന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ട, അതാണ് ഇട്ടാൽ മതി. ഇത് ചെറിയ നമ്പർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ പവറിൽ അങ്ങനെ ഇട്ടാൽ മതി. ഇതാ അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the nth term and 20th term of the GP. 5/2, 5/4, 5/8, 5/16. Geometric progression ആണ്. nth ടേമും 20ാമത്തെ ടേമും കാണാം. നമ്മൾ ആദ്യം A എത്രയാണ്? A എന്ന് പറഞ്ഞാൽ A1 ഫസ്റ്റ് 6 കാണാം. ഇത് എപ്പോഴാണ് ഇങ്ങനെയാവുക? എത്ര കൊണ്ട് ഗുണിച്ചാലാണ്? 5/2 എന്ത് ചെയ്താലും ഇതാവും ആലോചിച്ചാൽ മതി. അതാണ് ഇവിടെ വരിക. ഇതിന് എന്തുകൊണ്ട് ചെയ്താൽ ഇവിടെ വരിക നോക്കാം. ഇല്ലെങ്കിൽ ഇതാ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം ഡിവൈഡ് ചെയ്താൽ മതി. A2-നെ A1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഏതാണ് A2? 5/4. അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടാ 5/2 കൊണ്ട് ഇസ് ഈക്വൽ ടു 5/4. അതുപോലെ ഇതാ റെസിപ്രോക്കലിന് മൾട്ടിപ്ലൈ ചെയ്യാം. 2/5 5 കട്ട് ചെയ്യാം, ബാക്കി 2/4. 2 അല്ല 2/4, 4/2 ആണെങ്കിൽ 2 ആണ്. 2/4 നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ പകുതി 1/2. ഇതിനെ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെ 1/2 കൊണ്ട് ഗുണിച്ചതാണ്. 1/2 കൊണ്ട് ഇതല്ലേ നമ്മളെ ഫസ്റ്റ് ടേം. അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടുത്തെ എത്താം. കണ്ടോ? 5/4 കണ്ടോ? 5/4. ഇനി 5/4നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താക്കാം. 5/8. പിന്നെ ഇൻറ്റു 2 ചെയ്താക്കാം. അപ്പൊ 5 തന്നെ. ഇവിടെ 1 ആണ് ഇവിടെ 2. താഴെ ഡബിൾ ആയി ഇങ്ങനെ വരും. താഴെ മാത്രം ഡബിൾ ആകുകയാണെങ്കിൽ അതാണ് കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ 1/2. മുകളിലാണ് ഡബിൾ വരുന്നെങ്കിലോ അപ്പൊ ഇൻറ്റു 2. ഇവിടെ മാത്രം ഇൻറ്റു ആണെങ്കിൽ 5/2, പിന്നെ ഇൻറ്റു 2 10/2, പിന്നെ 20/2. അങ്ങനെയാണ്. മുകളിലാണ് വലുതെങ്കിൽ 2 വരും, താഴെയാണ് 2 വരുന്നെങ്കിലോ ഡബിൾ ആയിരുന്നെങ്കിൽ 1/2. അപ്പൊ 6 കിട്ടി അല്ലെ. എയും കിട്ടി 6 കിട്ടി. ഇനി nth ടേം കാണാം. A ഈക്വൽ ടു ഇക്വേഷൻ A ഇൻറ്റു r റൈസ് ടു n മൈനസ് 1. A ഇൻറ്റു എത്ര? 5/2 ഇൻറ്റു r റൈസ് ടു, ഇതാണ് r റൈസ് ടു n മൈനസ് 1 അല്ലെ, ഈക്വൽ ടു 5/2. അതുപോലെ ചെയ്താ 1/2 റൈസ് ടു n മൈനസ് 1 കൊടുത്താ പവർ 1/2. 1 റൈസ് ടു എത്ര വന്നാലും 1 ആണ്. പിന്നെ ഈ n മൈനസ് 1 ഇതിനും പവർ കൊടുക്കാം. 1ന് കൊടുത്താൽ അത് 1 തന്നെയാണ്. പിന്നെ 2ന് കൊടുക്കാം. ഇങ്ങനെ വരും.
വേണമെങ്കിൽ ഇങ്ങനെയില്ല 5 into 1 5. ഇത് 2 raised to n minus 1 ആണ്. ഇത് 2 raised to 1 ആണ്. ഒരേ ബേസ് ആണ് എങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. n minus 1 ഉം ഈ 1 പവർ ആഡ് ചെയ്താൽ n ആകില്ല. 2 raised to n ഇങ്ങനെയും എഴുതാം. ഒന്നെങ്കിൽ ഇടാം അല്ലെങ്കിൽ 5 by 2 raised to n എഴുതാം. ഇതാണ് nth ടേം. ഇനി 20th ടേം അല്ലേ? ഇതാ a20 എങ്ങനെയാണ്? ഇവിടെ 20 എടുത്താൽ മതി. 5 by 2 raised to 20 അല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ 5 by 2 into അല്ലേ 5 by 2 into 1 by ഇവിടെ 20 കൊടുക്കുമ്പോ 2 raised to ഒന്ന് കുറയില്ലേ 2 raised to 19 വരാ. ഇനി 5 into 1 5 2 raised to 90 2 raised to 1 പറയുമ്പോ 2 raised to 20 തന്നെ. ഇവിടെ നോക്കാം ഒരു അരിതമെറ്റിക് പ്രോഗ്രസ് AP സമാന്തര ശ്രേണി 6 8 10 etc. അല്ലെങ്കിൽ 25 20 15 etc. സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം 2 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം 5 കുറയല്ലേ -5 അല്ലേ. ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിലെ സംഖ്യകൾ കോമട്ട് ചെയ്താണ് എന്താ ഇങ്ങനെ ശ്രേണി. ഈ നമ്പേഴ്സിനൊക്കെ പ്ലസ് ഇട്ട് എക്സെപ്റ്റ് ഇട്ട് വെച്ചാൽ ഇതിനെയാണ് സീരീസ് എന്ന് പറയുന്നത്. ഇത് അരിതമെറ്റിക് വരുന്ന സീരീസ് ആണ്. ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ആ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ കോമട്ട് എക്സെപ്റ്റ് ഇട്ടാൽ മതി. 3-4 ഇതിങ്ങനെ എക്സെപ്റ്റ് ആണ്. ആ നമ്പേഴ്സിനെ പ്ലസ് ഇട്ട് എക്സെപ്റ്റ് ഇട്ട് വെച്ചാൽ ഇതിനെയാണ് എന്താ പറയാ സീരീസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് n terms and the sum of 5 terms of the geometric series 1 plus 2 by 3 plus 4 by 9 plus etc. Geometric series ആണ്. പ്ലസ് ഇട്ട് എക്സെപ്റ്റ് ഇട്ടാൽ സീരീസ് ആയി, കോമട്ട് എക്സെപ്റ്റ് ഇട്ടാൽ എന്തായി സീക്വൻസ് ആയി. ജോമെട്രിക് സീക്വൻസ് അല്ലെ, ജോമെട്രിക് പ്രോഗ്രഷൻ. ഇത് സീരീസ് ആണ്. ഇതിനെ കോമട്ട് വായിക്കുകയാണെങ്കിൽ 1, 2 by 3 4 by 9 etc. ഇപ്പൊ അത് ശ്രേണിയായി, ജോമെട്രിക് പ്രോഗ്രഷൻ ആയി. കോമട്ടൽ പ്രോഗ്രഷൻ ആവും. പ്ലസ് ഇട്ട് ചെയ്താൽ സീരീസ്. അതാണ് സീക്വൻസ് സീരീസ്. ഇതാണ് നമ്മുടെ a = 1 ആണ്. ഇതിലെ നമ്പറോട് ഗുണിച്ചാൽ ഇവിടേക്ക് എത്താം. അതേ നമ്പർ ഗുണിച്ചാൽ ഇവിടേക്ക് എത്താം. ആ നമ്പറിനെ നമ്മൾ 6 എന്ന് പറയും അല്ലെ. 1നെ എത്ര ഗുണിച്ചാൽ ഇവിടേക്ക് എത്താം? 1 into ഈ നമ്പറിനെ ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതിന് 2 by 3 ഗുണിച്ചാൽ അത് കിട്ടും. ഇതിനെ 2 by 3 ഗുണിച്ചാൽ അത് കിട്ടും അല്ലെ. സോ r = കോമൺ റേഷ്യോ 2 by 3. എയും കിട്ടി, r സമ്മ് കാണും. സമ്മാണ് 2 ഇക്വേഷൻ പഠിച്ചിട്ട് അല്ലെ. ഈ ആറിന്റെ വാല്യൂ 2 by 3 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുതാണോ വലുതാണോ? 2 by 3 ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുതാണ് എങ്കിൽ ഇത് രണ്ടും ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് 1 തരാം. എക്സെപ്റ്റ് 0 by 0. 4 by 4 1, 7 by 7 1, 3 by 3 1 അല്ലെ. 2.5 by 2.5 1 തരാം. രണ്ടും ഒരേ നമ്പർ ആണെങ്കിൽ 1 വരും. ന്യൂമറേറ്റർ ആണ് വലിയ നമ്പർ എങ്കിൽ എന്ന് പറഞ്ഞാൽ താഴെ ചെറുതാണെങ്കിൽ ആൻസർ 1നേക്കാൾ വലുതായിരിക്കും. ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്റർ ആണ് വലുതെങ്കിൽ ആൻസർ 1ന്റെ താഴത്ത് 0. രണ്ടും ഈക്വൽ ആകുമ്പോ 1 ആയിട്ട് കേട്ടോ. അപ്പൊ ഇത് ഈ ആറിന്റെ വാല്യൂ 1-ലൂടെ ചെറുതാ വലുതാ ലെസ് ദാൻ 1. അപ്പൊ നമ്മൾ r - 1 അല്ല പറ്റുക, 1 - ആണ്. സമ്മിന്റെ ഇക്വേഷൻ Sn = a into r raised to n - 1 ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ 1 മൈനസ് ഉണ്ട്. ഇത് 1 ആണ് വലുത്. അപ്പൊ 1 മൈനസ് 1 മൈനസ് r raised to by ദേ വരുന്ന താഴെ 1 മൈനസ് ഈക്വൽ a into എത്ര a 1 into പിന്നെ ബ്രാക്കറ്റിൽ 1 മൈനസ് അതുപോലെ r raised to n ഇതല്ലേ r ഏതാ 2 by 3 ഇതല്ലേ r raised to n by 1 minus r 1 minus 2 by 3 equal to 1 into 1 ബാക്കിയോടെ 1 minus 2 by 3 raised to n അതാണ്. ഇത് ക്ലോസ് ചെയ്ത് നോക്കാം. 3 ഭാഗം ചെയ്യാൻ പറ്റാം. 3 minus 2 എത്ര 3 minus 2 1 അല്ലേ. അപ്പൊ 1 by 3 വരും. ഇതാണ് ഡിനോമിനേറ്റർ. ഈക്വൽ ടു നമ്മൾ Sn ആണ് പറഞ്ഞല്ലേ 1 minus 2 by 3 raised to n ആണ്. ബൈ
1/3 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കലിനെ ഗുണിക്കുമ്പോ എന്താവും? ഇൻറ്റു 1/3 മാറി 3/1. ഈ 1 മൈനസ് 2/3 റേസ് ടു n അവിടെ നോട്ടെ. താഴെ ബൈ 1 അത് 1. ഈ 3 കുറിച്ച് വിളിക്കരുത് ഇവിടെ ഇതാ. ഇതാണ് Sn. nth സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n ടേംസിന്റെ സം. ഇനി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേമിന്റെ സം ആണ് അല്ലെ. n-ന് 5 കൊടുത്താൽ മതി. S5 പറഞ്ഞാൽ ആദ്യത്തെ 5 എണ്ണം കൂട്ടിയ ആൻസർ ആണ് ചോദിക്കും. 5 കൊടുത്തോക്കാം. 3 ഇൻറ്റു 1 മൈനസ് 2/3 ന്റെ പവർ 5 അല്ലെ ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 2നും 3ക്കും പവർ കൊടുക്കണം. 2നും ഉണ്ട് പവർ 5, 3ക്കും ഉണ്ട് പവർ 5. അപ്പൊ അങ്ങനെ ഓക്കെ ഈക്വൽ ടു 3 ഇൻറ്റു ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കാം. 3/5 മൈനസ് 2/2 അല്ലെ. 3/5 മൈനസ് 2/2 ബൈ 3/5 താഴെ. ഓക്കെ ഈക്വൽ ടു 3 ഇൻറ്റു 3/5 എത്ര? എങ്ങനെയാണ് 3 5 പ്രാവശ്യം ഗുണിക്കാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1 2 3 4. ഇത് 9 ആണ്. ഇത് 9. 9 മുറിച്ച 81 അല്ലെ. 81 ഇൻറ്റു 3 24 243 ആണ് കേട്ടോ. 243 2/5 അത് 32 ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഓക്കെ ബൈ 3/5. 3/5 പറഞ്ഞാൽ 3 5 പ്രാവശ്യം ഗുണിക്കാന്നാണ് അല്ലെ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു അല്ലെ 5. ആദ്യത്തെ ഒരു 3 ഇവിടുത്തെ 3 വെട്ട. ഓക്കെ അവിടെ പിന്നെ വെട്ട ഈക്വൽ. ഇത് 3/1 ഒരു 3 ഉള്ളൂ. ഇവിടെ എത്ര 3 ഉണ്ട്? 5 അല്ലേ. ആദ്യത്തെ ഒരു 3 പോയി ബാക്കിയുള്ള 3/4 ഉണ്ട് അല്ലെ. 3/4 താഴെ. അല്ലെങ്കിൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഒരു 3 പോയ 3/4 അവിടെ ഉണ്ടാവും. 243 32 ഓർക്കാം. 1 1 2 ഡബിൾ 211 ബൈ 3/4 അല്ലെങ്കിൽ 211 ബൈന്റെ വാല്യൂ കാണാം. 3/5 നമ്മൾ കണ്ടത് 3/4 211 ബൈ 81 ആണ് ലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many terms of the GP 3, 3/2, 3/4 etc. are needed to give the sum 3069 by 512? ഇതൊരു GP ആണ്. 3, 3/2, 3/4 etc. ഇതിലെ എത്ര ടേംസ് ആവശ്യമുണ്ട് തുക ഇത്രയായി വരാൻ? ഇത്ര കിട്ടണമെങ്കിൽ ഇതിൽ എത്ര ആൾക്കാർ കൂടും? ഈ 2 എണ്ണം കൂട്ടിയാൽ കിട്ടുമോ? 3 എണ്ണം കൂട്ടിയാൽ 4 എണ്ണം കൂട്ടിയാൽ എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എങ്ങനെ കിട്ടുന്നതാണ്? ഇതിലെ കുറച്ച് നമ്പേഴ്സ് കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് സം ആണ്. ഗിവൺ ദാറ്റ് Sn ആണ് തന്നിരിക്കുന്നത്. ഓക്കെ Sn വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം A ഈക്വൽ ടു എത്രയാണ്? 3. ഇവിടെ 6 എത്രയാണ് കോമൺ റേഷ്യോ. ഇതിനെന്ത് ചെയ്താൽ ഇത് കിട്ടാം? ഇതിനെ 3 എന്ത് ചെയ്താലും 3/2 ഇൻറ്റു 1/2 ചെയ്താൽ മതി. ഇതേ ഇൻറ്റു 1/2 അല്ലെ വേണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ റേഷ്യോ എങ്ങനെയാണ്? A2/A1 ചെയ്താൽ പോരെ. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതല്ലേ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേമോ അത് 3 ആണ്. 3നെ വെറുതെ ഒരു 3/1 കൊടുക്കും. ഇനി റെസിപ്രോക്കൽ 3/2 അതുപോലെ ഇടാം. ഇത് മറിച്ചിട്ട് ഗുണിക്കാം. അപ്പൊ 1/3 ആവും. 3/1 ഇത് രണ്ടും കട്ട് ചെയ്തു. അപ്പോഴോ 1/2 3നെ 1/2 കൊണ്ട് ഗുണിച്ചാൽ 3 ഇൻറ്റു 1/2 ആണത്. ഇത് 3/2 ഇൻറ്റു 1/2 ആണ്. കണ്ട 3/4 ഇൻറ്റു 1/2 അപ്പൊ 3/8 അങ്ങനെ കൊടുക്കും. അപ്പൊ ഇതാണ് കോമൺ റേഷ്യോ. ഇനി Sn ഈക്വൽ ടു ആണ് 3069 by 512. ഇതാണ് നമുക്ക് തന്നത് ഗിവൺ. ഓക്കെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ എത്ര ടേംസ് കൂട്ടണം എന്നാണ്? 3 എണ്ണം 4 എണ്ണം 5 എത്ര എണ്ണമാണ്? n ആണ് കാണുന്നത്. ഓക്കെ ഗിവൺ ദാറ്റ് Sn ഈക്വൽ ടു 3069 by 512 n ആണ് കാണുന്നത്. നമുക്ക് എന്തൊക്കെ അറിയാം? A ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ റേഷ്യോ 1/2 ആണ്. ഇത് 1നേക്കാൾ ചെറുതാ വലുതാ? ഇത് 1നേക്കാൾ ചെറുതാണ് അല്ലെ. ഈ സാധനം ലെസ് ദാൻ 1 ആണ്. 6 ആണ് ചെറുത്. 6ന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണ്. ഓക്കെ അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? സമ്മിന് 6 - 1 വരുന്ന 1 മൈനസ് ആണ്. 6 1 വലുത് 1 അല്ലേ. അപ്പൊ 1 മൈനസ് അപ്ലൈ ചെയ്യാം. ഈ Sn പകരം 2 ഇക്വേഷൻ അല്ലേ. A ഇൻറ്റു 1 മൈനസ് ആണ്. 1 അല്ലേ വലുത്? 6 ചെറുതല്ലേ. 1 മൈനസ് r/n by 1 മൈനസ് ആണ്. ഇതാണ് തന്നിരിക്കുന്ന
3069 by 5. ഇത് മാറ്റല്ല, അതെങ്ങനെ കൊണ്ട് ഇതിന് വാല്യൂ a ഇൻറ്റു അപ്പൊ എത്ര 3 ഇൻറ്റു 1 മൈനസ് r റേസ് ടു r എത്ര 1/2. ഈ 1/2 പവർ കൊടുക്കുക എത്ര n അല്ലേ ബൈ 1 മൈനസ് r ന് 1/2 ഇത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 3069 by 512. 3 ഇൻറ്റു 1 മൈനസ് ഈ പവർ 1 ന് 2 കൊടുത്തു, 1 ന് പവർ കൊടുത്ത 1 തന്നെയാണ്, 2 ക്ക് പവർ കൊടുത്ത 2 റേസ് ടു ആണ്. ഇത്രയും മുകളിൽ താഴെ 1 ന്ന് 1/2 കുറച്ചത് 1 ന്ന് 1/2 കുറച്ചത് ആരാണ് അല്ലേ? അപ്പൊ താഴെ 3069 താഴെ 512. 3 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു ഇൻറ്റു താഴത്തെ 1/2 മുകളിൽ വരുമ്പോൾ 2/1 ആവും. അവിടെ 3069 by 512. ഇനി ഇവിടെ ഈ 2 ഉം 3 മൾട്ടിപ്ലൈ ബൈ 1 ആണ്, 2 3 മുറിച്ച 6. ബാക്കി ബ്രാക്കറ്റ് 1 മൈനസ് 1/2 റേസ് ടു ഈക്വൽ ടു 3069 by 512. ഇനി 6 അങ്ങോട്ട് പോയി ഇവിടെ എന്താ 1 മൈനസ് 1/2 റേസ് ടു മാത്രമേ ഉണ്ടാവും അല്ലേ? ഈക്വൽ ടു അവിടെ 3069 ഉണ്ട്, താഴെ 512 ഉണ്ട്. ഈ ഇൻറ്റു 6 ഇങ്ങോട്ട് വരുമ്പോ താഴെ കയറും, ഇവിടുക്ക വരാം, ഇവിടെ 512 ഉണ്ട്. അപ്പൊ ഇൻറ്റു 6 ഇവിടെ കൊടുക്കും. ഇനി ഇത് തമ്മിൽ വെട്ടാൻ, ഇത് തമ്മിൽ വെട്ടാം. ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ ബാക്കി ഇവിടെ 2 ഉണ്ടാവും അല്ലെ? ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 2 ഉണ്ട് കേട്ടോ. അപ്പൊ 512 into 2 ആണ് ഇവിടെ റിമൈനിങ് കേട്ടോ. 3 കൊണ്ട് 3 എത്ര 3 1. ഇതിലുണ്ടോ? ഇല്ല. ഇതിലെത്ര 3 അല്ലേ? 1023 by 512 into 2 ഉണ്ട്. ഇവിടെ 1 മൈനസ് 1/2 by 1/2 റേസ് ടു ഈക്വൽ ടു 1023 by 512 2 കൊടുക്കുക. അതിന്റെ ഡബിൾ 512 കൊടുത്താൽ 1024 അല്ലേ? ഇനി 1 മൈനസ് അവിടെ നിർത്തുക, 1 അവിടെ നിർത്തുക, ഈ 1 അവിടെ നിർത്തുക. നമുക്ക് എന്നിന്റെ വാല്യൂ കാണാം. ഇതിൽ n ഉണ്ട് ഇത്രയും ഭാഗം, ഇതിലില്ല, അതിലില്ല. ഇത് രണ്ടും ഒരു ഭാഗത്ത് കിടക്കാം. ഈ ഈക്വൽ ടു ആ നമ്പർ ഇങ്ങോട്ടുണ്ട്, ഇതിലും ഇതിലും n ഇല്ല. ഈ മൈനസ് 1/2 റേസ് ടു അങ്ങോട്ട് പോവാണ്, ഇത് ഇങ്ങോട്ട്, രണ്ടും അങ്ങോട്ട് മാറും. 1 മാറില്ല, ഇത് അങ്ങോട്ട് പോയി അത് ഇങ്ങോട്ട് വരണം. ഇത് മൈനസ് 1/2 റേസ് ടു അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും 1/2 റേസ് ടു. അത് പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോ മൈനസ് 1023 by 1024 ഇങ്ങനെയോ. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇത് കുറിച്ച് 1024, ഇത് കുറിച്ച് 1024 കിട്ടും, മൈനസ് 1023. താഴെ ഇത് കുറിച്ച 1024 ഈക്വൽ ടു 1/2 റേസ് ടു n അല്ലെ? 1024 1023 കുറച്ചെത്ര 1024 1023 കുറച്ച 1 അല്ലേ? താഴെ 1024 ഉണ്ട്, 1/2 റേസ് ടു n. എന്നിന്റെ വാല്യൂ ആണ് കാണുന്നത്. ഈ 1/2 റേസ് ടു n അതുപോലെ 1024 എന്ന് പറഞ്ഞാല് 1024 എന്ന് പറഞ്ഞാൽ 2ന്റെ 10 ടൈംസ് വരുന്ന മൾട്ടിപ്പിൾ. 2 അങ്ങനെ 10 പ്രാവശ്യം മുൻസാൽ ഇതാ കിട്ടും. അല്ലെങ്കിൽ 1024 ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ പോന്നാൽ 2 റേസ് ടു 10 ആണ് കിട്ടും. അപ്പൊ ഇതിനെ 2 റേസ് ടു ഇതിനെ ഈ 1/2 1/2 ഈ 1024 2 റേസ് ടു n എന്നുള്ളത് 2 റേസ് ടു 10 എന്ന് ഇത് 2 റേസ് ടു 10 ഇത് നിർത്തി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കമ്പയർ. 1/2 റേസ് ടു 10 ഈക്വൽ ടു 1/2 റേസ് ടു n ആണ്. എന്നിന്റെ വാല്യൂ ആണ് കാണുന്നത് അല്ലെ? ഇത് 1/, ആണ്, അതും 1/, ആണല്ലോ. അപ്പൊ ഇതിനെ 1/, നോക്കണ്ട, ഇത് രണ്ടും നോക്കണ്ട. ബാക്കി എന്താ കാണാം? 2 റേസ് ടു 10 ഈക്വൽ ടു 2 റേസ് ടു 10. എങ്ങനെ ഇട്ടാ ഇത് ക്രോസ് ചെയ്താൽ തന്നെ കിട്ടും. ഇത് ഇങ്ങോട്ട് വിളിച്ചു നോക്കാം 2 റേസ് ടു 10, ഇത് ഇങ്ങനെ വിളിച്ചു നോക്കാം 2 റേസ് ടു 10. ഇത് രണ്ടും ഈക്വലിലൊക്കെ ഒഴിവാക്കാം, തമ്മിൽ ഒഴിവാക്കാം, 2 കൂടെ ഒഴിവാക്കാം. 2 റേസ് ടു ഒരു നമ്പറും 2 റേസ് ടു 10 ഈക്വൽ ആണെങ്കിൽ അല്ലെ എന്ത് സംഭവിക്കാം? വായിക്കും n ഈക്വൽ ടു 10. എന്നിന്റെ സ്ഥലത്ത് 10 ആണ്. സോ n ഈക്വൽ ടു 10, എന്നിന്റെ വാല്യൂ 10. അതായത് ആ നമ്മളെ ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ, അതിലെ 10 ടേംസ്, ആദ്യത്തെ 10 ടേംസ് കൂട്ടിയാലാണ് ആ നമ്പർ കിട്ടുക. എത്ര? 3069 by 512. ഓക്കെ.
Okay, next question. Which term of the sequence 2, 2 root 2, 4, 4 root 2, etc. is 128? ഇതൊരു ജി പി ആണ്. ഇത് 2 ആദ്യത്തെ ആള്, പിന്നെ 2 റൂട്ട് ഉണ്ട്, പിന്നെ 4 റൂട്ട് ഉണ്ട്, 8 റൂട്ട് ഉണ്ട്, 16 അങ്ങനെ അങ്ങനെ പോയി കുറെ ചെല്ലുമ്പോൾ ആരെ കാണും? 128. ആ 128 എത്രാമത്തെ ടേമാണ്? ഇത് എത്രാമത്തെ? ഇതിലെ എത്രാമത്തെ? രണ്ടാമത്തെ. ഇത് നാലാമത്തത്, ഇത് മൂന്നാമത്തത്, ഒന്നാമത്തത്. അപ്പോ ഇങ്ങനെ ചെല്ലുമ്പോ 128 കാണും. അത് എത്രാമത്തതാണ് എന്നാ അതിന്റെ സ്ഥാനമാണ് കണ്ടത്, പൊസിഷൻ. ഓക്കെ, എന്ന് കിട്ടിയാൽ മതി. ഇതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ആള് എ എത്രയാണ്? 2 ആണ്. ഇതിനെന്ത് ചെയ്താലും എന്താവുക? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കിട്ടും? അതാണ് നമ്മൾ ആറ്. ഇതിനെ റൂട്ടിലൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇതിന്റെ റൂട്ടിലൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ വേണ്ട, സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ പോരെ. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേമോട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരെ? ആർ. സോ ആർ ഈക്വൽ ടു കിട്ടി, റൂട്ട് 2 കിട്ടി അല്ലേ? 128 എന്താ? സമ്മാണോ? അല്ല, ഒരു ടേം. ഏതൊരു ടേമാണ്? എത്രാമത്തെ കണ്ടല്ലേ? ഏതോ ഒരു ടേം, അത് A1 A2 A3 ഏതോ ഒരു ടേം ആണ് 128. സമ്മല്ല. സോ an ആണ് 128. എന്റെ ഇക്വേഷൻ എന്താ? a ഇൻറ്റു r റേസ് ടു n മൈനസ് 1, അതാണ് 128. അങ്ങനെ ഇത് 128 ആകുന്ന തരത്തിലുള്ള എന്നിനെ കാണാം. a ഇൻറ്റു പറയുമ്പോ എത്ര? a ഇൻറ്റു 2 ഇൻറ്റു r റേസ് ടു എന്നാൽ റൂട്ട് 2 റേസ് ടു n മൈനസ് 1 അല്ലേ? a ന്റെ വാല്യൂ കൊടുത്തു, r ന്റെ വാല്യൂ n മൈനസ് 1 പവർ ഈക്വൽ ടു 128. ഓക്കെ, ഇനി 2 ഇൻറ്റു n മൈനസ് 1 പവർ അടക്കും 128 അപ്പുറത്തും കൊടുക്കും. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ അത് 2 റേസ് ടു ഹാഫ് ആണ്, 2 റേസ് ടു 1/2. റൂട്ട് 7 എന്ന് പറഞ്ഞാൽ 7 റേസ് ടു 1/2 ആണ്. റൂട്ട് 10 എന്ന് പറഞ്ഞാൽ 10 റേസ് ടു 1/2 ആണ്. റൂട്ട് 2 പറഞ്ഞാൽ 2 റേസ് ടു 1/2 കേട്ടോ. സോ ഈ 2 ഇൻറ്റു ഇത് 2 റേസ് ടു 1/2, 2ന്റെ പവർ 1/2, അതിന്റെ പവർ n മൈനസ് 1. ഒരു നമ്പറിന്റെ പവറിന് പിന്നെ ഒരു പവർ വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈ 2 അതുപോലെ എഴുതാം. ഈ 3 അതിനെ 2 റേസ് ടു ദിസ് 1 ഇൻറ്റു ദിസ്, ഇത് രണ്ടും പവറിലാണ്. അപ്പൊ ആ പവറിൽ രണ്ടും ഗുണിച്ചാൽ മതി. 1/2 n മൈനസ് 1 പവറിൽ ഗുണിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, ഈക്വൽ 2 അതുപോലെ 2, ഈ 2 ഇതും പവറിന് പവർ വന്നാൽ, ഒരു നമ്പറിന്റെ പവറിന് പവർ വന്നാൽ ആ നമ്പർ എഴുതിയിട്ട് പവറും പവറിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ ഇതാണ് 2 ചെയ്ത. ഇത് രണ്ട് പവർ ഇവിടെ മൾട്ടിപ്ലൈ 128 ആണ് പോകും. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, 4 ആകാൻ പറ്റില്ല. 2 ഇൻറ്റു 2 റേസ് n മൈനസ് 1 ഇൻറ്റു 1 പറഞ്ഞാൽ n മൈനസ് 1 ആണ്. താഴെ 2 ഇങ്ങനെ ചെയ്താ ഈക്വൽ ടു 128. 128 അവിടെ. ഇത് 2 റേസ് ടു ആണ്, ഇതും 2 റേസ് ടു. ഇവിടുത്തെ 2ന്റെ പവർ ഇത്രക്ക് ഉണ്ട്, ഇവിടുത്തെ 2ന്റെ പവർ 1 ആണ്. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ആണെങ്കിൽ അതിന് a റേസ് ടു m പ്ലസ് n ഇതാണ്. ഒരു നമ്പർ റേസ് ടു ഇതേ നമ്പർ രണ്ടിനും ഒരേ ബേസ് ആണെങ്കിൽ ആ ബേസ് കൊടുത്തിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഇതിന്റെ ബേസും ഇതിന്റെ ബേസും ഒക്കെ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 ഒരു പ്രാവശ്യം എഴുതിയിട്ട് പവറും ആഡ് ചെയ്യാം. എവിടെ? പവറിൽ ആഡ് ചെയ്യണം. ഇവിടുത്തെ പവർ n മൈനസ് 1/2, ഇവിടെ പവർ 1 ആണ്. അപ്പൊ ഇവിടെ പവറിൽ ആഡ് ചെയ്യാം 1 പ്ലസ് എന്ത് ചെയ്യാം? n മൈനസ് 1/2. ഇവിടുത്തെ പവർ 1 പ്ലസ് ഇവിടുത്തെ പവർ n മൈനസ് 1/2. ഇതൊക്കെ 2ന്റെ പവറിലാണ് കേട്ടോ. അങ്ങനെ 2 എഴുതും. പിന്നെ ഇത് ക്ലോസ് ചെയ്യണം. ഇതും 1 മുറിച്ചാൽ 2 ഇൻറ്റു 1 2. പിന്നെ ഇങ്ങനെ പ്ലസ് അല്ലേ? n മൈനസ് 1 ഹോൾ ബൈ 2. ഇത്രയാണ് ഇവിടെ വരിക. ഈ 2 ആണിത്. ക്രോസ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2, പിന്നെ ഇതിങ്ങനെ n പ്ലസ് 1 n മൈനസ് 1 ഹോൾ ബൈ 2 ഈക്വൽ ടു 128. ഇത് 2 റേസ് ടു n എഴുതി. 2 ഉണ്ട് ഇവിടെ മൈനസ് 2 n അതുപോലെ എഴുതി. 2 മൈനസ് 1 എത്ര? 1 ആണ്. രണ്ടെന്ന് 1 പറഞ്ഞ ഒന്നല്ലേ? അപ്പൊ n എഴുതാ, ഇത് രണ്ടും കൂടെ പ്ലസ് 1 ആണ്. n അതുപോലെ എഴുതാം. 2 മൈനസ് 1 പ്ലസ് 1 ബൈ 2 ഈക്വൽ ടു 128 അല്ലെ? ഇനി 128 എന്ന് പറഞ്ഞാൽ 2ന്റെ എത്രാമത്തെ പവർ നോക്കിയാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 128 ഡിവൈഡ് ചെയ്ത് എന്താണ് അതിന്റെ ഫാക്ടറൈസ് ചെയ്യാം.
ഇത് 4 ആണ്. ഇതാ നോക്കാം, 4 8 4 8 16 32 64 128 ഇതാ ഇത്രയും 4 ഇൻറ്റു ഇതൊരു 4 ആണ്, ഇത് വേറെ 4, ഇതൊരു 4. ഈ 4ഉം 4ഉം ഗുണിച്ചാൽ 16 ആണ്. 16 4 ഗുണിച്ചാൽ 64 ആണ്. 64ന്റെ ഡബിൾ ആണിത്. അപ്പൊ എത്ര? 1 2 3 4 5 6 7. 2�7. ഇത് 2�7. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണല്ലോ. അപ്പൊ ഇതിനെ 2�7 എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഈ സാധനം ഈക്വൽ ടു 2�7. ഇതും 2 ഇതും 2 ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാന്നോ? 2 2 ആണെങ്കിൽ 2 ഒഴിവാക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും? n+1/2 ഈക്വൽ ടു 7 എന്ന് കിട്ടും. n+1/2 ബേസുകൾ ഈക്വൽ ആണെങ്കിൽ പവറുകൾ ഈക്വൽ ആക്കാം. n+1/2 ഈക്വൽ ടു 7. ഈ 2 കൊണ്ട് ഗുണിച്ചോക്കാം. അപ്പോൾ എന്ത് കിട്ടും? n+1 ഇവിടെ n+1 ഗുണിക്കുമ്പോ 40 അല്ലേ? അപ്പൊ നമുക്ക് n+1 ഈക്വൽ ടു 40 എന്ന് കിട്ടും അല്ലേ? n+1 40 n ഈക്വൽ ടു 14 - 1 എത്ര? 13. അപ്പൊ ആ ജോമെട്രിക് പ്രോഗ്രഷനിലെ 13ാമത്തെ ആളാണ് ആര് വരിക? 128 വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 12th ടേം ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ whose 8th term is 192 and the common ratio is 2 ആണ്. 8ാമത്തെ ടേം തന്നിരിക്കുന്നു 192. അങ്ങനെയാണെങ്കിൽ ആ ജിപിയുടെ 12ാമത്തെ ടേം കാണണം. അല്ലേ? A8 ആണ് 192. സ്റ്റാർട്ട് ചെയ്യാം. 192 അതുപോലെ A8 എങ്ങനെ നമ്മൾ കാണും? A ഈക്വൽ ടു A × r⁻n−1 ആണ് അല്ലെ? ഫസ്റ്റത്തെ ടേം A ആണ് വരാം, പിന്നെ A × r വരും, A × r², A × r³. ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഇത് തേർഡ് ടേം അല്ല, ഫോർത്ത് ടേം ആണ്. ഫോർത്ത് ടേം ആണെങ്കിൽ AR³, സിക്സ്ത് ആണെങ്കിൽ AR5, ഫിഫ്ത് ആണെങ്കിൽ AR4. അപ്പോ 8th ടേം എങ്ങനെ എഴുതാം? A × r⁻7. ഇതല്ലേ 8th ടേം? 8th ടേം തന്നിരിക്കുന്നു 192. 8th ടേം എങ്ങനെ വരിക? ഈ ഷേപ്പിലാണ്. സോ 192 എഴുതാം. A ഇൻറ്റു എത്ര? സോറി, എന്റെ വാല്യൂ കാണാം അല്ലെ? A ഇൻറ്റു ആറിന്റെ വാല്യൂ എത്ര? r ഈക്വൽ ടു അല്ലേ? A അതുപോലെ ഇതാ r⁻2 2�7. 8th ടേമിന് നമ്മൾ ഇങ്ങനെ എഴുതും. ഇതിൽ A അറിയില്ല, r-ന്റെ വാല്യൂ 2�7. Therefore A ഈക്വൽ ടു അവിടെ 192 ഉണ്ട്. 2�7 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ബൈ 2�7 ആവും അല്ലെ? 2�7 എന്ന് പറഞ്ഞാൽ 2 × 2 ന്റെ 8 പ്രാവശ്യം 192 ബൈ 2�7. 2�7 എന്ന് പറഞ്ഞാൽ 2⁵ 32 ആണ്. 532 ആണ്. പിന്നെ 64 5 ആകുമ്പോ 32 6 32 64 128 വരാം. 128 കേട്ടോ. 128 വരും. ഇത് ഡിവൈഡ് ചെയ്യാം. കറക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാം? പകുതി അല്ലെങ്കിൽ 4 കൊണ്ട് കെട്ടും. ഇതിനെ 4 കൊണ്ട് കെട്ടും. ഇതിൽ എത്ര 4 ആണ്? 12 എത്ര 4 ആണ്? 3. ഇതിൽ എത്ര 4 ആണ്? 2. ഇതിൽ എത്ര 4 ആണ് നോക്കാം? 16 4, ബാക്കി 3 ഉണ്ട്. 32 എത്ര 4? 48 ബൈ 32 വരും അല്ലേ? 16 കൊണ്ട് കെട്ടിയ ഇതിൽ എത്ര 16? 2 16. ഇതിലോ 3 16. ലാസ്റ്റ് 3/2. A ഈക്വൽ ടു എന്റെ വാല്യൂ 3/2. R ഈക്വൽ ടു നേരത്തെ കിട്ടിക്കണം. എത്ര? R ഈക്വൽ ടു 2 ആണ് അല്ലെ? ഇനി 12th ടേം A12 ആണ് കാണുന്നത്. A12 എങ്ങനെയാണ്? A × r⁻2 12 അല്ലേ? അപ്പൊ 11 ചെയ്താ പോരെ? A ഇൻറ്റു എത്ര? ഇതാണ് A ഇൻറ്റു r⁻11 2⁻11 ഈക്വൽ ടു. ഇവിടെ 2 11 പ്രാവശ്യം മുടിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു 2 ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു 2 ഇവിടുത്തെ ഒരു 2 പോയാൽ ഇവിടെ 2 ബാക്കി തന്നെ 10 ഉണ്ടാവും. 2⁻10 ഉണ്ടാവും. 3 അതുപോലെ ചെയ്താ തമ്മിൽ വെട്ടിച്ച് ഇതിൽ 2 ഒന്നുള്ളൂ. ഇതിൽ 2 11 അല്ലേ? അതിൽ ഒരു 2 ഇവിടുത്തെ ഒരു 2 പോയ ബാക്കി 2⁻10. 3 ഇൻറ്റു 2⁻10 നമ്മൾ ആദ്യം 1024. ഇത് ഗുണിക്കാം. 4 3 12, 2 3 6 3 7. 3072. ഇതാണ് ആ സീക്വൻസിന്റെ 12ാമത്തെ ടേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 5th, 8th and 11th terms of a geometric progression are P, Q and S respectively. Prove that
ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു എസ്. അഞ്ചാമത്തെയും എട്ടാമത്തെയും 11ാമത്തെയും പദങ്ങളാണ് പിയും ക്യൂവും എസും. എങ്കിൽ ക്യൂ സ്ക്വയർ സമം പി ഇൻറ്റു എസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഫിഫ്ത് ടേം ആണ് എന്ത്? പി. A5 ആണ് വന്നിരിക്കുന്നത് പി. 8th ടേം ക്യൂ ആണ്. A8 ആണ് എന്ത്? ക്യൂ. 11th അത് എസ് ആണ്. 11th ടേം എസ് ആണ്. 5th ടേം നമ്മൾ എങ്ങനെ ചെയ്താ? A into R⁵5 ആണോ? അല്ല, A into R⁴ അല്ലേ? സോ ഇത് A into R⁴ ആണ്. അത് ഈക്വൽ ആണ് ആർക്ക്? പി. 8th ടേമോ? A into R⁷7 അത് Q ഈക്വൽ ആണ്. ഇത് A into R⁻10 അത് S ന് ഈക്വൽ ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് 2, ഇത് 3. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു എസ് എന്നല്ലേ? ഇതാണ് പി, ഇതാണ് എസ്, ഇത് ക്യൂ. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഗുണിച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി സ്റ്റാർട്ട് നൗ. ക്യൂ സ്ക്വയർ എന്ന് തുടങ്ങാം. ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയറാ? ഇതല്ലേ ക്യൂ. അപ്പൊ ഇതല്ലേ ക്യൂ ഇത്. അപ്പൊ ക്യൂന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ ഏതാ? A into R⁻7 ന്റെ സ്ക്വയർ. ഈ സ്ക്വയർ ഇവന് കൊടുക്കുക, ഇവനും കൊടുക്കുക. എക്ക് സ്ക്വയർ എടുക്കുമ്പോ A സ്ക്വയർ. R⁻7 സ്ക്വയർ എടുക്കുമ്പോ R⁻7 ദ സ്ക്വയർ. ഇത് A സ്ക്വയർ ആണ്. ഇത് R⁻7 ന് പവർ വരുമ്പോ ഈ പവറും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R⁻14 വരും. ഓക്കെ, A into R⁻40 അല്ലെ? ഇതിന് നമ്മൾ തുടങ്ങിയത്. ഇത് തമ്മിൽ ഗുണിച്ചാലാണ് ആവേണ്ടത്. ഇത് പി ഇൻറ്റു എസ് പി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പിയും എസിനെയും വരുത്തണം. പി എന്ന് പറഞ്ഞാൽ A into R⁻4, എസ് A into R⁻10 ആണ്. അപ്പൊ ഇതിനെ ഞാൻ എഴുതാണ് ഈക്വൽ ടു A സ്ക്വയർ അല്ലേ? അതിൽ ഒരു A ഇവിടെ ഇട്ടു, ഒരു A അവിടെ ഇട്ടു. A into എന്നാണ്. R⁻14 ആണ്. ഇതിനെ വേണമെങ്കിൽ R⁻12 into R⁻2 ഒക്കെ എഴുതാം. R⁻10 into R⁻4 എഴുതാം. R⁻7 into R⁻7 ഒക്കെ എഴുതാം. ഞാൻ എഴുതുന്നത് നമുക്ക് പിയിലേക്ക് എസിലേക്ക് ഉള്ളത്. ഇവിടെ 4 ഇവിടെ 10 അല്ലേ? അപ്പൊ ഇതിനെ R⁻14 ഇല്ലേ? അതിന് 4 ഇവിടെയും കൊടുത്തു, ബാക്കി 10 അപ്പുറത്തും കൊടുത്തു. ഇതാ എയും ഗുണിച്ചാൽ ഇതിന്റെ ആണ്. A into A സ്ക്വയർ ആണ്. A സ്ക്വയർ എങ്ങനെ എഴുതി? R⁻14 നമ്മൾ എന്ത് 4 കൊടുക്കും, ബാക്കി 10 ആണ്. കുറച്ച് രണ്ട് ഗ്രൂപ്പ് ആക്കും. ഇതെന്താ? ഇത് നമ്മളെ A into R⁻4 ഇതിനെ P എന്ന് എഴുതാം, അതോ S എന്ന് എഴുതാം. അപ്പൊ എന്തായി? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്യൂ സ്ക്വയർ ആണ്. P into S കിട്ടി. S the proof. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് എ സീക്വൻസ് 7, 77, 777, 7777 etc. ഏത് 77, 777, 7777 എക്സെട്ര. ഇതിന്റെ സമ്മ് കാണും. അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സമ്മ് കാണാതൊക്കെ കൂട്ടുക. അതായത് ഇതാണ് കാണേണ്ടത്. ഇതിന്റെ വാല്യൂ കണ്ടേ? അതല്ലേ എസ് എൻ ഈക്വൽ ടു. അപ്പൊ കൂട്ടാനാവും കേട്ടോ. ഈക്വൽ ടു കറക്റ്റ് നമ്പർ കിട്ടൂല. കാരണം ഇതിവിടെ 4 കൂട്ടിയാൽ 3 അല്ലെങ്കിൽ 5 കൂട്ടി നമുക്ക് നമ്പർ കിട്ടും. ഇത് എക്സെട്ര ആണ്, പോവാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് നമ്പർക്കല്ല അതിൽ എന്റെ ഇൻവോൾവ് ഉള്ള ഇക്വേഷൻ ആണ് വരും കേട്ടോ. ഈ 7 into 1 ആണ്. ഇത് 7 into 11 ആണ്. ഇതോ അത് 7 into 111 ആണ്. ഇത് 7 into 1111 ആണ്. അല്ലെ? 7 into 1 എഴുതി. ഇതാണ് നമ്മൾ ഒരു 7. 77 എങ്ങനെ എഴുതി? 7777 ഇങ്ങനെ എഴുതി. 7777 ഇങ്ങനെ എഴുതി. ഒക്കെ ഒരു 7 into. ഇനി ഇവിടുന്ന് 7 പുറത്തെടുത്താൽ ബാക്കി എന്താ? അവിടെ 1 പ്ലസ്. ഇവിടെയോ 11 പ്ലസ്. ഇവിടെയോ 111, 1111 പ്ലസ് എക്സെട്ര. അല്ലെ? n ടേംസ് ആ. അങ്ങനെ പോവാം. ഇനി ഇവിടെ ചെയ്യുന്നത് 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് അത് അതുപോലെ ഇതാണ്. അതുപോലെ ഇരിക്കും. ഈ 7 അതുപോലെ. ഇവിടെ ഒരു ഇൻറ്റു 9 ഇട്ടു, അതോടൊപ്പം ഒരു ബൈ 9 ഞാൻ കൊടുക്കും. എന്തിനാന്നുള്ളത് ശേഷം മനസ്സിലാവും. 9 കൊണ്ട് ഗുണിച്ചു, അപ്പൊ തന്നെ 9 കൊണ്ട് ഹരിച്ചു ചെയ്തു. ഈ 9 വെട്ടിപ്പോയാലും ഇതെന്നെ കിട്ടുക. അതായത് വെട്ടിക്കളയണ്ട കേട്ടോ. എന്തിനാ 9 ഗുണിച്ച് പറഞ്ഞുതരാം. ഒരു ഇൻറ്റു 9 ബൈ 9 ചെയ്യാം. എന്നിട്ട് ഈ 7 താഴത്തെ 9 അവിടെ നിൽക്കട്ടെ. ഈ 9 ഉണ്ടല്ലോ ഇവനുള്ളിലേക്ക് കൊടുക്കും. ഇവനുള്ളിലേക്ക് പോയി ഇത് 9 into 1 9 ആവും. 9 into 11 അത് 999 ആവും. 9 into 111 അതോ 999 അല്ലേ? 9999 പ്ലസ് എക്സെട്ര ഇങ്ങനെ. ഓക്കെ,
അപ്പൊ ഒരു 50 കൊടുത്തു, ഇവിടെ താഴെയും കൊടുത്തു. ആ താഴത്തെ ആൾ അവിടെ ഇട്ട് 9, മുകളിലത്തെ ആൾ അങ്ങോട്ട് എൻഡ് കൊടുത്തു, ഉള്ളിലേക്ക് കൊടുത്തു. ഈക്വൽ ടു 7/9 അവിടെ. ഇനി 9 ഞാൻ എഴുതാണ് 10 മൈനസ്. ഇത് 9 അല്ലേ, ഇത് 100 മൈനസ് 1 കണ്ടോ, 100 മൈനസ് 1. ഇത് 1000 മൈനസ് 1 അല്ലേ, 1000 മൈനസ് 1. ഇതോ 10,000 മൈനസ് 1, 10,000 മൈനസ് 1 പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നു. ഓക്കെ, ഈക്വൽ. ഇനി ഇതിന്റെ ഉള്ളിലുള്ളവരെ 2 ഗ്രൂപ്പ് ആക്കാം. 7/9 അടക്കണം. ഇവിടെ 2 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ടെൻ മൈനസ് 1 10 ഇവിടെ മൈനസ് 1 ഇവിടെ. 100 മൈനസ് 1 100 പോസിറ്റീവ് ഇവിടെ എഴുതി, മൈനസ് 1 ഇവിടെ. പിന്നത്തെ 1000 ഇവിടെ എഴുതി, മൈനസ് 1. പിന്നെ 10,000 ഇവിടെ എഴുതി, മൈനസ് 1. പിന്നെ എക്സെട്ര അല്ലേ. അപ്പൊ അങ്ങനെ പോവാണെങ്കിൽ കുറെ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷങ്ങൾ അങ്ങനെ വരും. മൈനസ് 1 അതിലൊപ്പം അങ്ങനെ വരും. 0 അവസാനിക്കുന്ന ആളുകൾ ഇങ്ങനെ വരും, മൈനസ് 1 ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ എക്സെപ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, 1, 2, 3, 4 അവസാനിക്കല 5 അങ്ങനെ പോകും അല്ലെ. n ആളുകളുണ്ട്, n ടേംസ് ഉണ്ട്. 7/9 അതുപോലെ. ഇത് ശരിക്ക് കോമട്ട് വായിക്കുകയാണെങ്കിൽ 10, ഇത് 10 into 10 ആണ്, 10 സ്ക്വയർ ആണ്. ഇത് 10ന്റെ ക്യൂബ് ആണ്, 10⁴ ആണ്. അതായത് ഇതിനെ 10 ഗുണിച്ചത് കിട്ടും, ഇതിനെ 10 ഗുണിച്ചത് കിട്ടും, 10 ഗുണിച്ചു. ഇത് ശരിക്കും കോമട്ട് പറഞ്ഞാൽ ജോമെട്രിക് സീരീസ് ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. 10 ഗുണിക്കുക, പിന്നെയും 10 ഇങ്ങനെ ഗുണിച്ചു പോകും. അവരുടെ സമ്മാണത്. അപ്പൊ ഏതോ ഈ ഒരു GP-യുടെ സമ്മാണത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്നോ, ഈ സീക്വൻസ് ഇത് സീരീസ് ആണ്, അതിന് കറസ്പോണ്ടിങ് സീക്വൻസ് കോമട്ട് വായിച്ചാൽ മതി. 10, 100, 1000, 10,000. അത് 10, 10ന്റെ സ്ക്വയർ തന്നെയാണ്. ഇത് GP ആണ്. അപ്പൊ അതിന്റെ സമ്മാണ്, പ്ലസ് ഇട്ടൊക്കെ. അപ്പൊ അതിന്റെ സമ്മാണ്. അതിനെ ഞാൻ തൽക്കാലം S എന്ന് കൊടുത്തുട്ടോ, നമുക്ക് കാണാം. പിന്നെതാ -1 ഒരുപാടുണ്ട്. -1 -1 രണ്ടെണ്ണാണെങ്കിൽ -1 -1 രണ്ടെണ്ണം ഉള്ളെങ്കിലോ ഇതിന്റെ ആൻസർ -1. 3 -3 വരും മൊത്തം. 4 ആണെങ്കിലോ -4, 5 ആണെങ്കിൽ -5, 10 ആണെങ്കിലോ -10 വരും. ഇത് എത്ര ഉണ്ട്? n ഉണ്ട്. 10 ആണെങ്കിൽ -10, 26 ആണെങ്കിൽ -26, n ആണെങ്കിലോ -n. അപ്പൊ അതിന്റെ സമ്മ് -n വരും മൊത്തം കേട്ടോ, -n ഇങ്ങനെ വരും. ഇനി ഇത് മാറാം കേട്ടോ, 7/9 അല്ലേ. ഇത് -n ആണോ, SN കാണുന്ന ഇക്വേഷൻ. ഇത് ശരിക്കും ഈ സീക്വൻസ് ആണ്. 10, 100, 1000 എന്ന് പറഞ്ഞാൽ 10, 10ന്റെ സ്ക്വയർ, 100, 10ന്റെ ക്യൂബ് എക്സെട്ര GP ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം എന്താ, A = 10 ആണ്. എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്ത്, അതും 10 ആണ്. Aയും Rഉം ഒക്കെ 10 ആണ്. ഈ R > 1 ആണ് അല്ലേ. സോ നമ്മൾ സമ്മ ഇക്വേഷന് A ഇൻറ്റു പഠിച്ചില്ലേ, R⁻² ആണ് ചെയ്യുക. R ആണ് വലുത്, R⁻n -1 R -1. ഇതിനെയാണ് ഇത് കേട്ടോ. പിന്നെ അപ്പുറത്തൊരു -n ഉണ്ട്, ഈക്വൽ ടു 7/9. Aയും R ഗുണം, Aയും 10 ആണ്, R ഉം 10. അപ്പൊ ഇത് 10 ഇൻറ്റു ബ്രാക്കറ്റില് 10⁻n -1, താഴെ 10 -1, അപ്പുറത്തൊരു -n ഈക്വൽ ടു 7/9. പിന്നെ 10 ഇൻറ്റു 10⁻n -1 ബ്രാക്കറ്റില് താഴെ എന്തുണ്ട്, 9 ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു n ഉണ്ട് അല്ലെ. ഇതാണ് ലാസ്റ്റ്. ഇനി വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് ഗുണിക്കാം. അപ്പൊ മൊത്തം /9 വരും. അപ്പൊ ആ 9 ഇവിടെ വരും, 81 മതി. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Given A equal to 729, first term. The seventh term equal to 64. Determine the sum of first 7 terms. First term തന്നിട്ടുണ്ട്, സെവൻത് ടേം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം എന്താ, ആ GP-യുടെ ആദ്യത്തെ 7 ടേംസിന്റെ സമ്മാണ് കാണുന്നത്. ഓക്കെ, A തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 6 കോമൺ റേഷ്യോ അറിയാലോ,
സമ്മാണ് രണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ എയും ആറും പറയണം. എ റെഡിയാണ്. 6 കാണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഗിവൺ ദാറ്റ് A7 ഈക്വൽ ടു 64 ആണല്ലോ. ഈ 64 അതുപോലെ ഇതാ A7 എങ്ങനെ A into R/6 അല്ലേ സെവന്ത് ടേമിന്റെ ഫോം അല്ലേ. എന്റെ വാല്യൂ എത്ര? ഈ 64 ചെയ്താ R/6 അതുപോലെ ഇതാ A ഇൻറ്റു അല്ലേ ആ എന്റെ വാല്യൂ 729 കൊടുക്കും. R/6 ചെയ്താ 64 ചെയ്താ ഇവിടെയുള്ള 720 അവിടെ പോകുമ്പോ ബൈ 729 വരും അല്ലെ. 64 നമുക്ക് 4 ക്യൂബ് ചെയ്താ 4 into 4 into 4 6. ഇത് 9ന്റെ ക്യൂബാണ്. 9 into 9 into 9. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത് 4 into ഇത് 90 ക്യൂബ് ആണെങ്കിൽ ഇത് മൊത്തം 4/9 ഹോൾ ക്യൂബാണ്. ഈ ക്യൂബ് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. അപ്പൊ സെപ്പറേറ്റ് ആണ് ഇങ്ങനെ ഒന്നിച്ചു വെക്കാം. R/6 അല്ലേ. R/6 ആണ് 4/9 ഇത് ഹോൾ ക്യൂബാണ്. ഇതും ഹോൾ ക്യൂബ് ആക്കാം. 6 പറഞ്ഞാൽ 2 into 3 ആണ്. അപ്പൊ 2 into 3 ആ 3 ഒന്നുകൂടി മേൽക്കട്ടെ. ഇങ്ങനെ എഴുതാം. R/6നെ R/2 ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ R ക്യൂബ് കൊടുത്തിട്ട് സ്ക്വയർ കൊടുക്കാം. ഇവിടെ ഹോൾ ക്യൂബ് അല്ലേ അപ്പൊ അതിനെ ഹോൾ ക്യൂബിലേക്ക് മാറ്റി പവറിന്റെ പവർ എന്നാ പവർ തമ്മിൽ പവറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആറിന് പകരം 2 into 3 ഇതാ. ഓക്കെ ഇത് 4/9 ആണ്. R സ്ക്വയറിന്റെ ക്യൂബും 4/9 ക്യൂബും ഇതും ഹോൾ ക്യൂബ് ഇതും ഹോൾ ക്യൂബ് ആണെങ്കിൽ ആ രണ്ട് ഹോൾ ക്യൂബ് ആണ് ഒഴിവാക്കി എന്ത് കിട്ടും? R സ്ക്വയർ ഇവിടെ വരും. ഇവിടെ 4/9. We will get R square equal to 4/9 അല്ലേ. ഈ 4/9 എന്ന് പറഞ്ഞാല് 2 സ്ക്വയറും 3 സ്ക്വയർ ആണ്. അല്ലെങ്കിൽ R സ്ക്വയർ 4/9 ആണെങ്കിൽ നമുക്ക് എന്ത് R ഈക്വൽ ടു കിട്ടും? 4/9 റൂട്ട് എടുത്താൽ മതി. 4 റൂട്ട് 2 9 3 അപ്പൊ R ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ഇത് 2/3 ആണ് ആറിന്റെ വാല്യൂ. ഇത് ഒന്നിനേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ നമ്മൾ സമ്മില് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ നമുക്ക് S7 കാണാം. നമുക്ക് ആദ്യം S ന്റെ ഇക്വേഷൻ. S ന്റെ ഈക്വൽ ടു എന്താ? A ഇൻറ്റു R ലെസ് ദാൻ 1 ആണ് വലുത്. അപ്പൊ 1 മൈനസ് R/1 മൈനസ് R അല്ലെ. ഇക്വേഷൻ. ഇനി A ക്ക് ഈ വാല്യൂ R ന് ഈ വാല്യൂ കൊടുക്കുക. N ന് 7 അല്ലേ സെവൻത് ടേംസിന്റെ സം അല്ലേ. S7 ഈക്വൽ ടു A ഇൻറ്റു അതായത് 729 ഇൻറ്റു 1 മൈനസ് 2/3 അല്ലേ റേസ് ടു n എത്ര? 7 ബൈ 1 മൈനസ് 2/3 അല്ലേ ഈക്വൽ ടു 729 എഴുതാം. 1 മൈനസ് ഈ പവർ 2 ന് 3 കൊടുക്കുക. 2/7 ബൈ 3/7 ബൈ ഇത് ക്ലോസ് ചെയ്യുന്ന 3 മൈനസ് 2/3 1/3 ഇല്ല. അപ്പൊ താഴെ 1/3 കേട്ടോ ഈക്വൽ ടു 729. ഇത് 1 മൈനസ് 2/7 ബൈ 3/7 അതുപോലെ ഇത് ബൈ 1/3 ആണ്. മറിച്ചിട്ട് വരുമ്പോ ഇൻറ്റു 3/1 അത് ഇവിടെ ഇല്ല. ഇൻറ്റു 3/1 ഇങ്ങനെ വരും. ഈക്വൽ ടു ഗുണിക്കാം. ഈ ബ്രാക്കറ്റ് നടന്നോട്ടെ. 1 മൈനസ് 2/7 ബൈ 3/7 നടന്നോട്ടെ. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 6 പ്ലസ് 8 21 2187 into 1 minus 2/7 by 3/7. ഓക്കെ ഇനി ഇതിന് ബാക്കി ചെയ്യാം. 2187 അല്ലെ ഇൻറ്റു ഇത് ക്രോസ് ചെയ്യാം അല്ലെ വേണം. 1 മൈനസ് 2/7 പറഞ്ഞാൽ 128 ആണ് ബൈ 3/7 എന്ന് പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ 2187. ഇതിന്റെ വാല്യൂ ആണത്. ഇതിന്റെ വാല്യൂ ഇവിടെ 1 മൈനസ് ഈക്വൽ ടു 2187 ഇൻറ്റു ഇത് ക്ലോസ് ചെയ്ത് നോക്കാൻ കിട്ടും. അപ്പൊ 2187 മൈനസ് 128 ഹോൾ ബൈ എന്തായാലും തന്നെയല്ലേ 2187 തന്നെയല്ല. ഇതും കട്ട് ചെയ്യും. ബാക്കി ഇതാണ് 2187 128 കുറക്കും 2059 കിട്ടും. അതാണ് ലാസ്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ജോമെട്രിക് മീൻ GM. അരിത്തമെറ്റിക് മീൻ എന്താന്നുള്ളത് പറയാം. ഇപ്പോ 6 9 12 15 ഒരു സമാന്തര ശരി അടുത്തുള്ള മൂന്നെണ്ണം എടുക്കുക. ആ മൂന്നെണ്ണത്തിലെ അപ്പുറത്തും ഇപ്പുറത്തും നമ്പർ കൂട്ടിയാൽ എത്ര കിട്ടാം?
18. അതിന്റെ പകുതി എടുത്താൽ ഈ നടുവത്തെ കിട്ടും അല്ലെ. എയും ബിയും സിയും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കോൺസിക്യൂട്ടീവ് അടുത്തുള്ള 3 ടേംസ് ആണെങ്കിൽ എയും സിയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ മിഡിലെ ബി കിട്ടും. അപ്പൊ എ കോമ ബി എന്ന 2 നമ്പറിന്റെ മിഡില് അതിന്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആ എയും ബിയും കൂട്ടിയതിന്റെ പകുതിയാണ്. അതിനെ അരിത്മെറ്റിക് മീൻ എന്നാണ്. ഓക്കെ, അടുത്തുള്ള 3 നമ്പർ എടുത്താൽ അതില് നടുവത്തെ ടേം കിട്ടണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടി പകുതിട്ടാൽ മതി. അപ്പൊ 2 നമ്പറിന്റെ അരിത്മെറ്റിക് മീൻ കിട്ടണമെങ്കിൽ ആ 2 നമ്പറും കൂട്ടി മിഡിൽ എടുത്താൽ മതി. അതാണ് എയും ബി 2 നമ്പർ. അതിന്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a+b/2 ആയിരിക്കും. ഈ ജോമെട്രിക് പ്രോഗ്രഷനിൽ GM 2 ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ 2 × 2 ഡബിൾ എടുക്കുക 8 16 32. ഇതിനടുത്തുള്ള 3 ആ 3 അപ്പുറത്തും പുറത്തും കൂട്ടല്ല ഗുണിക്ക. ഇത് തമ്മിൽ ഗുണിച്ചാൽ 16 കിട്ടും. അതിന്റെ റൂട്ട് എടുത്തത് കിട്ടും അല്ലെ. ഇനി ഈ 3 നോക്കാം. 4 8 16. ഈ 4ഉം 16ഉം ഗുണിച്ചാൽ 64 കിട്ടും. 64ന്റെ റൂട്ടാണ്. അപ്പൊ എ കോമ ബി എന്ന 2 നമ്പറിന്റെ GM എന്ന് പറഞ്ഞാൽ ആ എയും ബിയും ഗുണിച്ചിട്ട് റൂട്ട് എടുത്താൽ മതി. സോ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ആണ് ജോമെട്രിക് മീൻ എന്നറിയപ്പെടുന്നത്. 3 നമ്പേഴ്സ് ഇവിടെയുള്ള നമ്പറും അവിടെയുള്ള നമ്പറും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ട് എങ്കിൽ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അടുത്തുള്ള 3 പ്രത്യേകത 2 എക്സ്ട്രീംസും കൂട്ടിയിട്ട് പകുതി എടുത്ത് നടുവത്ത് കിട്ടും. അങ്ങനെ 3 സംഖ്യകൾക്ക് ആ കഴിവുണ്ട് എങ്കിൽ അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യും. എയും ബിയും സിയും 3 നമ്പേഴ്സ് ആണ്. അരിത്മെറ്റിക് ആവുന്നില്ല, സമാന്തരശ്രേണി ആവുന്നില്ല. അങ്ങനെ ആ 2 അറ്റത്തുമുള്ള സംഖ്യ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നടുവത്ത് കിട്ടുകയാണെങ്കിൽ പി അല്ലെങ്കിൽ a+c=2b അങ്ങനെയാകണമെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ 2 എണ്ണം കൂട്ടിയാൽ ഇതിന്റെ ഡബിൾ കിട്ടണം. ഇത് കൂട്ടി ഇതിന്റെ ഡബിൾ വന്നാലേ അതിന്റെ പകുതി ഇതാവുക. അപ്പോ എയും സിയും കൂട്ടിയിട്ട് 2b ആവുന്നുണ്ട് എങ്കിൽ ആ നമ്പറും ഈ നമ്പറും കൂട്ടിയിട്ട് ഇതിന്റെ ഡബിൾ കിട്ടുന്നുണ്ട് എങ്കിൽ ഇതിന് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവാൻ കഴിയും. അതുപോലെ 3 നമ്പർ GM ഈ നമ്പറും ആ നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്തത് കിട്ടും. അപ്പൊ ആ നമ്പറും ഈ നമ്പറും ഗുണിക്കുക. എയും ബിയും ഗുണിച്ചാൽ നമുക്ക് റൂട്ട് ഓഫ് AB ആണ് നമ്മൾ GM പറഞ്ഞത്. ആ നമ്പറും ഈ നമ്പറും ഗുണിച്ചിട്ട് നമുക്ക് നടുവത്തെ നമ്പർ കിട്ടുന്നുണ്ട് എങ്കിൽ ഇത് A ഇത് B ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഇത് A ഇത് B ഇത് C. അങ്ങനെയാണെങ്കിൽ എയും സിയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ അത് കിട്ടണം. അല്ലെങ്കിൽ എയും സി മൾട്ടിപ്ലൈ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഇങ്ങനെ കിട്ടണം. 2 നമ്പർ ഗുണിച്ചാൽ ഒരു നമ്പറിന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ ആ നമ്പർ നടുവിലാവുന്ന വിധത്തിൽ ഇതിനൊരു GM ആവാൻ പറ്റും. എയും ബിയും സി 3 നമ്പേഴ്സ് ആണ്. ഏതോ 3 നമ്പർ ആ 2 അറ്റത്തുള്ള നമ്പർ ഗുണിച്ചതിന് ശേഷം ഗുണിച്ചു വെച്ചു. പിന്നെ നിങ്ങൾ ഇതിന്റെ സ്ക്വയർ കണ്ടു, അല്ലെങ്കിൽ 2 ഗുണിച്ചിട്ട് റൂട്ട് എടുത്തു, അപ്പൊ അത് കിട്ടി. അല്ലെങ്കിൽ ആ 2 നമ്പർ ഗുണിച്ചാൽ ഇതിന്റെ സ്ക്വയർ കിട്ടുന്നത് എങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ABC എന്തായിരിക്കും? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ 4th, 10th and 16th terms of a GP are X, Y and Z respectively, then prove that X, Y, Z are in GP. 4ാമത്തെ 10ാമത്തെ 16ാമത്തെ ടേംസ് ആണ് തന്നിരിക്കുന്നത് ഒരു GP-യുടെ. ഓക്കെ, 4ാമത്തെ, പിന്നെ കുറച്ച് അപ്പുറത്ത് പോയി 10ാമത്തെ, പിന്നെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് 16ാമത്തെ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ 3ഉം ഒരു GP ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. 3 നമ്പേഴ്സ് എപ്പോഴാണ് GP ആവുക? ഇതും GP ആണെങ്കിൽ ഇതിനെ എത്ര കൊണ്ട് വിളിച്ചോ ഇവിടെ എത്തിയോ അതേ നമ്പർ വിളിച്ചോ ഇവിടെ എത്തണം അല്ലെ. 3 നമ്പർ എപ്പോഴാണ് AP ആവാം? ഇതിലേക്ക് എത്ര കൂട്ടിയാലും കുറച്ചോ അതിനെ ഇവിടെ കൂട്ടാൻ കുറച്ചോ കിട്ടും. 3 നമ്പറിന് GP ആവാൻ കഴിഞ്ഞ് ഇതിനെ എത്ര കൊണ്ട് വിളിച്ചാൽ അത് കിട്ടുമോ അതേ നമ്പറോട് ഇതിന് വിളിച്ചാൽ കിട്ടണം. അല്ലെങ്കിൽ എയും ബിയും സിയും GP ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എയും സിയോട് ഗുണിക്കുക, എന്നിട്ട് പിന്നെ സ്ക്വയർ കിട്ടും. എക്സും വൈയും സെഡും GP-യിലാവണമെങ്കിൽ അങ്ങനെ ആവണമെങ്കിൽ ആ എക്സും സെഡും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? Y സ്ക്വയർ കിട്ടണം. അപ്പൊ അങ്ങനെ കിട്ടിയാൽ മതി. നടുവത്തെ ആളെ സ്ക്വയർ ഈക്വൽ ടു ആ 2 നമ്പർ ഗുണിച്ചത് X × Z എന്താവണം? Y സ്ക്വയർ ആണ്. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്താ പറയാം?
ഈ 3 GP-യിലാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ തെളിയിച്ചാൽ മതി. 4ാമത്തെ ടേമും 10ാമത്തെ ടേമും 16ാമത്തെ ടേമും ഉണ്ട്. 4th ടേം x എങ്ങനെ ഇതാ a4 ഈക്വൽ ടു x. 10th ടേം y a10 ഈക്വൽ ടു y. 16th ടേം z a16 ഈക്വൽ ടു z അല്ലേ. 4th ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതാ a ഇൻറ്റു r റേസ് ടു 3 ഇങ്ങനെ ഇതാ 4th ടേമിനെ അത് x ആണ്. 10th ടേം y എങ്ങനെ ഇതാ a ഇൻറ്റു r റേസ് ടു 9 ഇതല്ലേ 10th ടേം അത് y ആണ്. 16th ടേമോ a ഇൻറ്റു r റേസ് ടു 15 അതോ അത് z ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ഇത് 2 കൊടുക്കുക ഇത് 3 കൊടുക്കുക. നമുക്ക് എക്സും സെഡും കൊടുത്താൽ y സ്ക്വയർ കിട്ടണം. y സ്ക്വയർ ഈക്വൽ ടു x z പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് GP-യിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. y സ്ക്വയർ ഈക്വൽ ടു അത് നമ്മൾ ചെയ്താൽ മതി. y യുടെ സ്ക്വയർ ഇതല്ലേ y, ഇതിന്റെ സ്ക്വയർ y യുടെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഏതാ ഇതാണ് y അല്ലേ. a ഇൻറ്റു r റേസ് ടു 9 ഇതല്ലേ y, അതിന്റെ സ്ക്വയർ ഇതാണ് y സ്ക്വയർ. നമുക്ക് എക്സും സെഡും ഗുണിച്ചിട്ട് ഈക്വൽ ആണ്. ഈ സ്ക്വയർ അങ്ങോട്ട് കൊടുക്കുമ്പോ a സ്ക്വയർ ഇത് r റേസ് ടു 9 പവർ 2 ഇങ്ങോട്ട് കൊടുക്കുമ്പോ a സ്ക്വയർ. ആറിന്റെ പവറിന് പവർ കൊടുക്കുമ്പോ ആറിന്റെ പവർ 9 അതിന് പവർ ഒരു 2. ഇത് a സ്ക്വയർ എഴുതാം. ഇത് r റേസ് ടു ഇത് കുറിച്ച് 18 ഇടാം. അപ്പൊ ഇൻറ്റു r റേസ് ടു 18 അല്ലെ ഈക്വൽ ടു a സ്ക്വയർ. നമുക്ക് ഇതാ ഒരു a ഇവിടെ എഴുതി ഒരു a ഇവിടെ എഴുതി. നമുക്ക് എക്സും സെഡും കുറിച്ച് എക്സിലേക്കും സെഡിലേക്കും വരണം. ഇത് a ഇൻറ്റു a എന്നാക്കി. r റേസ് ടു 3 r റേസ് ടു 15 വന്നാലേ ഉള്ളൂ. ഇത് 18 അല്ലേ, r റേസ് ടു 18 അല്ലേ. ഇതിനെ r റേസ് ടു 10 ഇൻറ്റു r റേസ് ടു 8 എന്നൊക്കെ എഴുതാം. നമുക്കിവിടെ എക്സും സെഡുക്കും വരണം. 3ലും 15ലും ആണ്. അപ്പൊ ഈ r റേസ് ടു 18 ഞാൻ എഴുതാണ് r റേസ് ടു 3 ഇൻറ്റു ബാക്കി r റേസ് ടു 15 കേട്ടോ. എയും എയും a സ്ക്വയർ r റേസ് ടു 3 r റേസ് ടു 15 18 ആയി ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് ചെയ്താം x എന്ന് എഴുതാം. ഇതിനെയോ z എന്ന് എഴുതാം. സോ എന്ത് കിട്ടി y സ്ക്വയറിൽ പോന്നു x z എന്ന് കിട്ടി അല്ലേ. സോ x, y, z ആർ ഇൻ G. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി തിരിച്ചു. ഓക്കെ.